ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഈ പുണ്യ രാത്രിയിൽ, ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരു മജ്ലിസുൽ ഇൽമിൽ, ഒരു ദൗറയിൽ ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവിടുത്തെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലും ഇടം കാണാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സ് പോലുള്ള സദസ്സുകളിൽ നമ്മളോടൊത്ത് കൂടിയിരുന്ന പലരും അവരുടെ പരലോകയാത്രയിൽ ഖബറിടങ്ങളിൽ ഇടം കണ്ടവരാണ്. അള്ളാഹു ആ ഖബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ മനസ്സ് നട്ട് കഴിയുന്ന പലരുണ്ട്. പലവിധ പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമുക്കും അവർക്കും അള്ളാഹു അവൻ്റെ അഫുവും ആഫിയത്തും വിശാലമാക്കുമാറാവട്ടെ. നമ്മുടെ വിഷയം ഹൃദയ രോഗങ്ങൾ എന്നുള്ള വിഷയമാണ്. നമ്മുടെ ശരീരാവയവങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ധർമ്മങ്ങൾ ഏറ്റവും അധികമുള്ള അവയവമാണ് ഹൃദയം. ആ ഹൃദയം ആരോഗ്യത്തിൽ സുരക്ഷിതമായി വർത്തിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി പരലോകത്തേക്കെത്താൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഏറെ ഗൗരവത്തിൽ പ്രാമാണികർ ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ വിഷയം, അംറാദുൽ ഖുലൂബ്, ഖൽബുകളുടെ രോഗങ്ങൾ. നമ്മൾ ആ രോഗങ്ങളെയാണ് ഇന്ന് മൊത്തത്തിൽ വായിക്കുന്നത്. ഒപ്പം എന്താണ് ഈ ഖൽബ്, പിന്നെ എന്താണ് ഈ രോഗ ശമനത്തിനും രക്ഷക്കും ദീൻ ഉണർത്തിയത് എന്നതും നമ്മളൊന്ന് പെട്ടെന്ന് വായിച്ചു പോവുകയാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ. ഒരു വിജ്ഞാന സദസ്സിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് നല്ല നിയ്യത്തിലിരിക്കണം എന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്. അറബി ഭാഷയിൽ ഖൽബ്, അത് സാങ്കേതികമായി രണ്ട് സംഗതികൾക്ക് പറയും ഖൽബ്. അതൊന്ന് ഈ എഴുതിയതാണ്. നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ദേവദാരക്കായയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെട്ട മാംസപിണ്ഡം. ഇമാം അൽ ജുർജാനി അദ്ദേഹത്തിൻ്റെ താരീഫാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഖൽബിൻ്റെ സാങ്കേതിക ഭാഷ ഉണർത്തിയതാണിത്. ഖൽബ് എന്നാൽ എന്ത്? അപ്പം അദ്ദേഹം അതിൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞു. ഈ ദേവദാരക്കായ എന്ന് പറഞ്ഞാൽ അതൊരു തരം ഫലമാണല്ലോ, അതാണിത്. പൈൻ മരം എന്ന് പറയുന്ന ഈ വൃക്ഷത്തിൻ്റെ കായയെയാണ് ജുർജാനി ഖൽബിൻ്റെ രൂപം മനസ്സിലാക്കാൻ അദ്ദേഹം ചിത്രീകരിച്ചത്. ഇത് ഖൽബ് എന്ന് പറഞ്ഞാൽ ശറഈൻ്റെ ഭാഷയിൽ ഒരു ഉദ്ദേശമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ലത്തീഫത്തുൻ റബ്ബാനിയത്തുൻ റൂഹാനിയ എന്നാണ്. ദിവ്യവും ആത്മീയവുമായ ഒരു ശക്തി, ഒരു ഊർജ രൂപം അല്ലെങ്കിൽ ഒരു ശക്തി, അതിന് ഖൽബ് എന്ന് പറയും. അതാണ് നമ്മൾ മനസ്സ് എന്ന് വിശദീകരിക്കുന്ന വിഷയം. ഖൽബ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിവക്ഷയുണ്ട് സാങ്കേതികമായി. ഒന്ന്, നമ്മൾ ആ കണ്ട മാംസപിണ്ഡം. മറ്റൊന്ന്, ആ ഖൽബുമായി ബന്ധപ്പെട്ട, ഈ മാംസപിണ്ഡവുമായി ബന്ധപ്പെട്ട ഒരു ദിവ്യവും
ആത്മീയവുമായിട്ടുള്ള ശക്തി. മനസ്സിന് കൽബുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൽബെന്നാൽ മാംസപിണ്ഡമാണ്. ഒപ്പം ആ മാംസപിണ്ഡവുമായി ബന്ധപ്പെട്ട അഭേദ്യമായി ബന്ധപ്പെട്ട ആ ആത്മീയ ശക്തി, അതാണ് മനസ്സ്. ഇത് രണ്ടിനും കൽബെന്ന് പറയും. ഇത് രണ്ടും ഉദ്ദേശമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല ഇന്ന ഫിൽ ജസദി മുദ്ഗത്തുൻ, ശരീരത്തിൽ ഒരു മുദ്ഗയുണ്ട്. മുദ്ഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട നെഞ്ചിൻ്റെ ഇടത് ഭാഗത്തുള്ള ദേവതാരയുടെ രൂപത്തിലുള്ള മാംസപിണ്ഡം എന്ന് പറയല്ലേ, ഇത് സ്വലഹത് സലഹൽ ജസദ് കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടായാൽ ശരീരം മുഴുവൻ കേടായി എന്നാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ രണ്ട് ഉദ്ദേശമാണ്. ആ മാംസപിണ്ഡവും ഉദ്ദേശമാണ്, അതുമായി ബന്ധപ്പെട്ട മനസ്സെന്ന് പറയുന്ന ആ ശക്തിയും ഉദ്ദേശമാണ്. കൽബെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ വരൽ ഈ മാംസപിണ്ഡാണ്. അത് മാംസപിണ്ഡം, അത് കൽബ് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല കൽബ്. കൽബിന് മറ്റൊരു സാങ്കേതിക ഭാഷയുണ്ട്. അതാണ് നമ്മൾ മനസ്സെന്ന് വിശദീകരിക്കുന്ന ശക്തി. കൽബ് അതിൻ്റെ സാങ്കേതിക ഭാഷയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സാധാരണ അതിൻ്റെ ഭാഷാ പ്രയോഗം പറഞ്ഞിട്ടാണ് സാങ്കേതിക പ്രയോഗം പറയുക. പക്ഷേ നമുക്കിവിടെ വിഷയം ഇന്ന് മുഴുവൻ ഈ സാങ്കേതിക ഭാഷയാണ്. പക്ഷേ ഈ കൽബെന്ന് പറയുന്ന അവയവം അതർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളത് കൽബിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. ഇവിടെ ഞാനതിൻ്റെ ഭാഷാ നിഘണ്ടുവിൽ നിന്ന് അതിൻ്റെ അറബിയാണ് ഉദ്ധരിച്ചത്. അഷൈഉൽ ഖാലിസു ഷരീഫ് യുഖാലു ലഹു കൽബ്. എന്താണത്? അതിൻ്റെ അർത്ഥമാണത് അമൂല്യവും കളങ്കമുക്തവുമായ വസ്തു. ഖാലിസായ എന്ന് പറഞ്ഞാൽ കളങ്കമുക്തമായ, അതേപോലെ തന്നെ നഫീസ് അമൂല്യമായ വസ്തു. അതിനാണ് അറബി ഭാഷയിൽ ഖൽബ് എന്ന് പറയുക. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മൂല്യവത്തായ വസ്തു ഏതാ? അത് ഹൃദയമാണ്. നമുക്ക് ഹൃദയമുണ്ട്, നമുക്ക് കാതുണ്ട്, നമുക്ക് കണ്ണുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ഇതിനെ മൂന്നിനും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇത് മൂന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു മനുഷ്യ ശരീരത്തിൽ ഈ മൂന്ന് അവയവങ്ങളുടെയും അനിവാര്യതയും അതിൻ്റെ പ്രാധാന്യതയാണ് അറിയിക്കുന്നത് ഈ ചേർത്ത് പറച്ചിൽ. പക്ഷേ ഈ മൂന്നിലേതാണ് ഏറ്റവും കൂടുതൽ ധർമ്മമുള്ള, ഏറ്റവും കൂടുതൽ അമൂല്യമായ അവയവം? കൽബാണോ, കാതാണോ, കണ്ണാണോ? കൽബാണ്, അല്ലേ? കണ്ണും കാതും കൽബിലേക്കുള്ള പാത്തിയാണ്. കൽബിലേക്കുള്ള പാത്തിയാണ്, അങ്ങനെയാണ് പറയാം. അസം വൽ ബസർ മീസാബാനി ഇലൽ കൽബ് എന്നാണ്. കൽബിലേക്കുള്ള പാത്തിയാണ് കണ്ണും കാതും. അഥവാ കണ്ണിലൂടെ നേത്രനാടികൾ വഴി കൽബിലേക്ക്, അല്ലേ? തലച്ചോറ് വഴി കൽബിലേക്ക്. അതേപോലെ തന്നെ കാതിലൂടെ ശ്രവണനാടിയിലൂടെ തലച്ചോറ് വഴി കൽബിലേക്ക്. അപ്പോൾ കൽബിലേക്കുള്ള പാത്തികളാണ് കണ്ണും കാതും. കൽബാണ് പ്രധാനം, പിന്നെ കാത്. കണ്ണും കാതും അപേക്ഷിച്ചിട്ട് ഏതാ? കാതാണ്. കാതില്ല എങ്കിൽ ആ മനുഷ്യനെന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ണില്ലെങ്കിലും മനുഷ്യർ ഇവിടെ എത്രയോ ഉന്നതികളെ പ്രാപിച്ചിട്ടുണ്ട്, ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. കണ്ണില്ലാത്തവർ ലോകരെ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ കാതില്ലാത്തവൻ എത്ര പരാജിതനാണ്, ഒരു ചെകിടൻ. പക്ഷേ ചെകിടനായാലും അന്ധനായാലും ഇവിടെ ജീവിച്ചു പോകും. പക്ഷെ കൽബില്ലാത്തവൻ, അപ്പം കൽബിൻ്റെ പ്രാധാന്യമാണത്. അതുകൊണ്ടാണ് അമൂല്യവും
അതേപോലെ ഖാലിസ്, കളങ്കമുക്തവുമായ സംഗതിക്കാണ് അറബി ഭാഷയിൽ ഖൽബ് എന്ന് പറയാം. അതിൻ്റെ ഒരു അർത്ഥം, ഇപ്പം ഞാൻ ശരീരത്തിൽ ഏറ്റവും മൂല്യവത്തായ അവയവം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചരിത്രം അനുസ്മരിക്കാനാണ് ഈ ഒരു ഭാഗം കൊണ്ടുവന്നത്. അതെന്താ അന്ന് വായിച്ചതെന്താ? നന്നായാൽ അവ രണ്ടിനോളം നല്ലതൊന്നുമില്ല, മ്ലേച്ഛമായാൽ അവയോളം മ്ലേച്ഛമായോ യാതൊന്നുമില്ല എന്നാണ്. ഇത് ശരീരത്തിലെ 2 അവയവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് പറഞ്ഞയാൾ ലുഖ്മാൻ അൽ ഹക്കീം എന്ന മഹാനാണ്. ലുഖ്മാൻ എന്നവരെ കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ പേര് പരാമർശിക്കപ്പെട്ട മഹാനല്ലേ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഈദുഹു എന്ന് പറഞ്ഞില്ലേ, ആ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഇത് പറഞ്ഞത്. ലുഖ്മാൻ അലൈഹിസ്സലാം നൗബക്കാരൻ ഒരു അടിമയായിരുന്നു, കറുത്ത തൊലിപ്പുറമുള്ള ഒരു അടിമ. നൗബ എന്ന് പറഞ്ഞെങ്കിൽ ഈജിപ്തിൻ്റെയും മിസറിൻ്റെയും സുഡാൻ്റെയും ഇടയിലൊരു നാടാണ്. ആ നാട്ടിൽ ഒരു യജമാന് കീഴിൽ ഒരടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു ലുഖ്മാൻ. ചരിത്രം അതിൻ്റെ കഥയോതുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉപ്പ ദാവൂദ് അലൈഹിസ്സലാം, അവരുടെ സമകാലീനാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും ഷാമിൽ, ലുഖ്മാൻ നൗബയിൽ. അദ്ദേഹം അടിമയായിരുന്നു. പക്ഷെ അടിമയായ ലുഖ്മാനെ തേടിയായിരുന്നു ആളുകളൊക്കെ വന്നിരുന്നത്. കാരണം ലുഖ്മാൻ്റെ അടുക്കലായിരുന്നു എന്ത് അറിവ്. വലഖദ് ആതൈനാ ലുഖ്മാൻ അൽ ഹിക്മ, നാം ലുഖ്മാനെ ഹിക്മത്ത് നൽകി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല യുക്തിജ്ഞാനം, അറിവ് കനിഞ്ഞ മഹാനായിരുന്നു ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ സയ്യിദ് ചോദിക്കാറുണ്ട്, യജമാനൻ ചോദിക്കാറുണ്ട് ലുഖ്മാനോട്, എന്താണ്, ഞാനാണ് യജമാനൻ, നിങ്ങൾ അടിമയാണ്, പക്ഷെ ആളുകൾ എന്നെ തേടിയല്ല വരുന്നത്, നിങ്ങളെ തേടിയാണ് വരുന്നത്. കാരണം ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലായിരുന്നു ഹിക്മത്ത്. ഈ സയ്യിദ് ഒരിക്കൽ ലുഖ്മാൻ എന്നവരോട് പറഞ്ഞു, ഒരാടിനെ അർത്ഥം അതിൽ 2 നല്ല മുന്തിയ അവയവങ്ങൾ കൊണ്ടുവരാൻ. അത്തിയബ ഷൈഅൻ ഫിഹ എന്നാണ്, ആടിലുള്ള ഏറ്റവും നല്ല 2 കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ലുഖ്മാൻ എന്ന അടിമ പോയി ആടിനെ അറുത്തിട്ട് നാവും കൽബും കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. പിന്നെ യജമാനൻ പറഞ്ഞു എന്നാണ്, പിന്നീടൊരിക്കൽ ആടിനെ അറുത്തിട്ട് അതിൽ 2 മ്ലേച്ഛമായത് കൊണ്ടുവരാൻ, ഏറ്റവും ദുഷിച്ച 2 അവയവം കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ്. അപ്പോഴും ലുഖ്മാൻ നാവും കൽബും മുറിച്ചു കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രതികരണമാണ്, ലൈസ ഷൈഉൻ അത്യബ മിൻഹുമാ ഇദാ താബ വലാ ഷൈഅ അഖ്ബഫ് മിൻഹുമാ ഇദാ ഖബുസ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നന്നായാൽ നാവും കൽബും അതിനോളം നല്ലതൊന്നുമില്ല, വടക്കായാൽ നാവും കൽബും അതിനോളം വടക്കായതൊന്നും ശരീരത്തിലില്ല എന്നാണ്. സയ്യിദ് ലുഖ്മാനെ ആ വിഷയത്തിൽ പ്രശംസിച്ചു, അംഗീകരിച്ചു എന്നാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മോചനം നൽകി അദ്ദേഹത്തിൻ്റെ സയ്യിദ്. അങ്ങനെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചുറ്റും ആളുകൾ കൂടിയത് കണ്ട് നാട് വിടുന്നത്. നൗബ വിട്ട് അദ്ദേഹം ഷാമിലെത്തി. അങ്ങനെ ഷാമിലെത്തിയപ്പോഴാണ് അവിടെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്ന കാലം. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട നബിയല്ലേ. അദ്ദേഹത്തിന് അലന്നാ ലഹുൽ ഹദീദ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിനെ ദ്രവരൂപത്തിൽ നൽകിയ മഹാനാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് അദ്ദേഹം ഇരുമ്പ് കൊണ്ട് പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന കാലമാണ്. ഏതായാലും ആളുകൾക്ക് വന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നതാണ്, എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്. കാരണം അദ്ദേഹം അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് ഇരുമ്പ് കൊണ്ട്. പക്ഷേ ലുഖ്മാൻ ചോദിക്കില്ല. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത്ഭുതം, എല്ലാവരും ഞാൻ ചെയ്യുന്ന ഈ അത്ഭുതങ്ങളിൽ എന്നോട് ചോദ്യം ഉന്നയിക്കുന്നു, ലുഖ്മാൻ മൗനം ഭജിച്ചിരിക്കുന്നു. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോ ചോദിച്ചു തന്നെ ലുഖ്മാനോട്,
എല്ലാവരും ചോദിക്കുന്നു, അങ്ങെന്താ ഒന്നും ചോദിക്കാത്തത് എൻ്റെ ഈ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച്? അപ്പോൾ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്, ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കും. നിരീക്ഷിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ ചോദിക്കും. നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടതിന് ശേഷം തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിയാത്തത് ചോദിച്ചാൽ മതി. വെറുതെ എന്തിനാണ് ചോദ്യം വേസ്റ്റ് ആക്കുന്നത് എന്ന രീതിയിൽ ലുഖ്മാൻ പ്രതികരിച്ചു എന്നാണ്. അങ്ങനെയാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൂഷണം മനസ്സിലാക്കി അദ്ദേഹത്തെ തൻ്റെ മകൻ സുലൈമാനെ അഭ്യസിപ്പിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായി നിശ്ചയിച്ചത് എന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉസ്താദായിരുന്നു ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല വിഷയത്തിലും ഉപ്പയേക്കാൾ പിതാവിനേക്കാൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ മികവ് പുലർത്തിയത്. ഫഫഹംനാഹ സുലൈമാൻ വകുല്ലൻ ആതൈന ഹുക്മ വഇൽമ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് കൂടുതൽ ഗ്രാഹ്യത സമ്മാനിച്ചത്. അതിൻ്റെ കാരണം ഈ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞത്, ഹൃദയം മനുഷ്യ ശരീരത്തിന് ഏറ്റവും വിശിഷ്ടമായ അവയവമാണ്. അതുകൊണ്ടാണ് അതിന് ഖൽബ് എന്ന പേര് വന്നത് എന്ന് മനസ്സിലാക്കാനാണ്. പക്ഷെ ഒപ്പം ഒരു അനുബന്ധം മനസ്സിലാക്കണം, അത് നന്നായാൽ. പക്ഷേ ഖൽബ് കേടായാൽ അവിടെയാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിക്മത്ത്, അതിനോളം കേടായ വേറൊന്ന് ഇല്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഖൽബ് നല്ല ഖൽബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൽബിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഉപമയാണിത്. എന്താണ് അതിൽ പറഞ്ഞത്? മാറി മറിയുന്നതിനാലാണ് ഖൽബിന് ഖൽബ് എന്ന പേര് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യ മനസ്സ് മരുപ്പറമ്പിലെ തൂവൽ പോലെയാണ്, കാറ്റ് അതിനെ കീഴ്മേൽ മറിച്ചു കൊണ്ടിരിക്കും എന്നാണ്. മരുപ്പറമ്പിൽ ഒരു തൂവൽ കിടന്നാൽ അതിനെ കാറ്റെങ്ങനെ മറിച്ചിടുമോ, പറത്തിയിടുമോ, അതേപോലെയാണ് ഖൽബ്. ഖൽബ് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഖൽബ് ഉണ്ടല്ലോ, അതിന് മാറി മറിയുക എന്ന അർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖൽബിൻ്റെ ഈ ഒരു സ്വഭാവം കാരണത്താലാണ് അതിനങ്ങനെ പേര് പറയപ്പെട്ടത്. തീർന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസാണ്. അലിയിൽ നിന്ന് അബൂ ദാവൂദ് തയാലിസി നിവേദനം ചെയ്യുന്ന ഹദീസ്. അതിൽ ഖമറിന് പറഞ്ഞ ചന്ദ്രൻ, ഖമറിന് മേഘം കാർമുകിൽ മറയിടുന്നത് പോലെ ഖൽബിനും മറയിടുന്ന മേഘങ്ങളുണ്ട് എന്നാണ്. നമ്മൾ മാനത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഖമർ ചന്ദ്രനെ കാണാൻ പറ്റില്ല, കാരണം കാർമുകിൽ മറയിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതേപോലെ ഖൽബിനും മറയിടുന്ന കാർമേഘ കീറുകളുണ്ട് എന്നാണ്. ഖമർ അഥവാ ചന്ദ്രൻ വെട്ടം പരത്തുന്നതിനിടയിൽ മേഘമുയർന്ന് ഇരുട്ട് പരത്തും. മേഘം ഖമറിൽ നിന്ന് നീങ്ങുന്ന സമയം ഖമർ വെട്ടം പരത്തുമെന്നാണ്. പിന്നെ നബി ചിത്രീകരണം നോക്കി നിങ്ങൾ, ആകാശ സീമയിൽ ചന്ദ്രൻ, നമ്മൾ ചന്ദ്രനെ നോക്കി അതിൻ്റെ വട്ടം പൂനിലാവൊക്കെ ആസ്വദിക്കും. പക്ഷെ ഒരു കാർമുകിൽ വന്ന് മറയിട്ടാലോ ഇരുളും. ഇതേപോലെയാണ് ഖമറിന് സമാനം ഖൽബ്. ഇടക്ക് കാർമുകിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഖൽബിന് മറയിടും. അതുവരെ പ്രകാശം ചൊരിഞ്ഞിരുന്ന ഖൽബ്, ഹൃദയം, ഈ കാർമേഘം മറയിടുന്നതോടുകൂടി പിന്നെ ഇരുട്ടാകും, ഇരുട്ട പരത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഖമറിന് കാർമേഘം മറയിടും, ഖൽബിന് മറയിടുന്ന കാർമേഘ കീറ് അതെന്താണ്? ഖൽബ് ഇരുട്ട് പരത്തുമ്പോൾ അതെന്താ? അതാണ് നമ്മളുടെ ഈ രോഗങ്ങൾ, പറയാൻ പോകുന്നതായ രോഗങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഇവിടെ വിഷയം ഖൽബിൻ്റെ പ്രത്യേകതയാണ്. ഖൽബ് പ്രകാശം തരും, വെട്ടം പരത്തും, ഖൽബ് ഇരുട്ടും പരത്തും. മനസ്സിലല്ലേ? ഈ ഒരു പ്രത്യേകത ഖൽബിനുള്ളതിനാലാണ് ഖൽബിന് ഖൽബ് എന്ന് പേര് വന്നത്. ഇതാണ് ഇവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചിത്രീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കലം തിളച്ച് മറിയുന്നതിനേക്കാൾ വേഗത്തിൽ മനുഷ്യ മനസ്സ് മാറി മറിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയാണ്, ഒരു കലത്തിൽ വെള്ളം തിളച്ചാൽ എന്താ ആ തിളക്കലിൻ്റെ ശക്തി അതിനേക്കാൾ വേഗത്തിൽ കൽബ് മറിയുമെന്നാണ്. കൽബിൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണത് അല്ലേ, എത്ര പെട്ടെന്നാണ് ആ ചിന്ത മാറുക. പോസിറ്റീവ് എനർജിയിൽ ചിന്തിക്കും, പെട്ടെന്ന് അത് നെഗറ്റീവ് എനർജിയായി മാറും. പിന്നെ ചില വികാരങ്ങൾ, ചില ഭാവനകൾ, ചില വിഷയങ്ങൾ എത്ര പെട്ടെന്നാണ് കൽബിൽ മാറി മറിയുക. ആലോചനാ വിഷയങ്ങളൊക്കെ ഉണ്ടോ? ഈ ഒരു മാറി മറിയുന്ന പ്രശ്നം അത് കലത്തിൽ വെള്ളം തിളക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറിയുമെന്നതിനാലാണ് കൽബിന് ആ പേര് വന്നത് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഏതായാലും ഞാനിവിടെ ഇതൊക്കെ കൊണ്ടുവന്നത് കൽബ് എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. നമ്മളുടെ വിഷയം കൽബിൻ്റെ രോഗങ്ങളാണ്. അപ്പോൾ ഈ കൽബ് എന്ത്, അതിന് സാങ്കേതികമായ ചില ഭാഷകളുണ്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിയിട്ട് അതിന് കൽബ് എന്ന് പേരിടാൻ ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അത് ഉൾക്കൊള്ളാനാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു വിഷയം ഉണർത്തിയത്. ഒപ്പം നമുക്ക് കൽബിൻ്റെ ഈ പ്രത്യേകത ഉണ്ടല്ലോ, കലത്തിൽ വെള്ളം തിളക്കുന്നതിനേക്കാൾ വേഗത്തിൽ തിളക്കുന്നതാണ്. കൽബ് മാറി മറിയുമെന്നാണ്. കൽബിന് അങ്ങനൊരു കേവല ഭൗതിക പ്രവണതയും പ്രത്യേകതയും ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു വിഷയമാണ്. കൽബ് അങ്ങനെ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും ഡോക്ടർക്കൊക്കെ അറിയാം. പക്ഷേ ആദർശത്തിൻ്റെ വിഷയത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ കൽബിൻ്റെ ഈ മറയൽ അല്ലേ, അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഇനി നമ്മളിവിടെ മനസ്സിലാക്കും. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത് എന്താണ് എന്ന് പലരും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പല സഹാബികൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തന്നെ പലരും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള ദുആ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയം മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ പിടിച്ചു നിർത്തേണമേ. സബ്ബിത് ഖൽബി എന്നാണ്, ഉറപ്പിച്ച് നിർത്തേണമേ എന്നുള്ളതാണ് ദീനിൽ. നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയേ വരും. അപ്പോൾ ഈ ഒരു വിഷയം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കൽബാണ് നമ്മളുടെ നെഞ്ചകത്തുള്ളത് എന്ന ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു ദീനി ജീവിതം, ആദർശ ജീവിതം നമ്മൾ ക്രമീകരിക്കണം. ഞാൻ പറഞ്ഞു കൽബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദേവതാരക്കായയുടെ രൂപത്തിൽ, അതാണ് ജുർജാനിയുടെ പ്രയോഗം. ജുർജാനിയൊക്കെ അന്ന് കാലങ്ങളിൽ ഡിക്ഷണറി എഴുതിയ മഹാനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം, അതിൻ്റെ ഷക്കിൽ, രൂപം, അതിനെ അന്നത്തെ ആ ഗ്രാമീണതയിൽ അല്ലെങ്കിൽ അന്നത്തെ ആ സാഹചര്യത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കേവലം ആ ഒരു അവയവം അല്ല കൽബ്, പിന്നെയോ ആ അവയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട മനസ്സ്. ആ മനസ്സാണ് മർക്കസുൽ ഇറാദ, നമ്മുടെ ഉദ്ദേശത്തിൻ്റെ, വേണ്ടുകയുടെ കേന്ദ്രം. നമ്മുടെ മനസ്സുകൊണ്ടാണ് ഒരു കാര്യം വേണോ വേണ്ടേന്ന് തീരുമാനിക്കുക, ചെയ്യണോ വേണ്ടേ. നമ്മളോട് പറയും മനസ്സുണ്ടെങ്കിൽ ചെയ്തോ, മനസ്സില്ലെങ്കിൽ ചെയ്യണ്ട. അനക്ക് എങ്ങനെ മനസ്സ് വന്നത് ചെയ്യാൻ? ഓൻ്റെ ഒരു മനസ്സ്, ഓനത് ചെയ്തല്ലോ അല്ലേ. അപ്പോൾ ഒരു പ്രവൃത്തി അത് ചെയ്യണോ വേണ്ടേ, ഒരു കർമ്മം നിർവഹിക്കണോ വേണ്ടേ, ഇതൊക്കെ തീരുമാനിക്കുന്ന ഇറാദത്തിൻ്റെ, ഉദ്ദേശത്തിൻ്റെ സ്ഥാനം അതേതാണ്? അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് അത് ഈ അവയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
4-ാം വയസ്സിൽ മലക്കുകൾ വന്ന് നെഞ്ച് പിളർന്ന് കൽബ് പുറത്തിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് പിശാചിൻ്റെ ഭാഗം എടുത്തു മാറ്റി പിന്നെ സംസം കൊണ്ട് കൽബ് കഴുകി വെക്കുകയാണ് ചെയ്തത്. കൽബ് തന്നെ എടുത്തു മാറ്റിയിട്ടില്ല, പിന്നെയോ കൽബ് അവിടെ തന്നെ നിക്ഷേപിച്ചു. പക്ഷെ അതിൽ നിന്ന് പിശാചിൻ്റെ ഭാഗം എടുത്തു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ കൽബ് എന്ന് പറയുന്നത് കേവലം ഈ ഒരു അവയവം മാത്രമല്ല, അതിനപ്പുറം ഒന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സെന്നോ, ഇവിടെ ജുർജാനിയുടെ പ്രയോഗം ലത്തീഫത്തുൻ റബ്ബാനിയ റൂഹാനിയ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ശക്തി, സ്പിരിച്വൽ ശക്തി. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കി നിങ്ങൾ, ഇത് നന്നായാൽ എല്ലാം നന്നായി, ഇത് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത്. മാത്രമല്ല മറ്റൊരു തിരുമൊഴി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നോക്കുന്നത് എവിടുക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല. ലാ യൻദുറു ഇലാ അജ്സാദിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ഉപരിപ്ലവ ഭാഗങ്ങളിലേക്ക് അള്ളാഹു നോക്കുന്നില്ല. വലാ ഇലാ അംവാലിക്കും, നമ്മുടെ കറൻസികളിലേക്ക്, സ്വത്തുക്കളിലേക്കും അള്ളാഹു നോക്കുന്നില്ല. അള്ളാഹു നോക്കുന്നത് എവിടേക്കാണ്? വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും നിങ്ങളുടെ നെഞ്ചകത്തുള്ള നിങ്ങളുടെ കൽബുകളിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അവിടെ കൽബകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അല്ലാതെ നമ്മുടെ ഹൃദയമിടിപ്പ്, അതിലേക്ക് ഉള്ള ധമനികൾ, അതിൽ നിന്നുള്ള സിരകൾ, അതിൽ പമ്പ് ചെയ്യപ്പെടുന്നത്, ഇതൊന്നും അല്ല അള്ളാഹുവിൻ്റെ നോട്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എവിടേക്കാണ്? ഈ പറയപ്പെട്ട നമ്മുടെ മനസ്സിലേക്കാണ്, നമ്മുടെ കർമ്മങ്ങളിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം പറഞ്ഞതിന് ശേഷം ഈ ആയത്ത് ഓതി. ഏതായത്ത്? വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടികൂടൽ നിങ്ങളുടെ കൽബുകൾ സമ്പാദിച്ചതിൽ എന്താണോ അതാണ് പിടികൂടുക. കൽബിൻ്റെ സമ്പാദ്യം അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടുക. അപ്പോൾ മുഖ്യം കൽബാണ്. കൽബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ അവയവമല്ല, അത് മാത്രമല്ല, പിന്നെയോ ആ അവയവവുമായി ബന്ധപ്പെട്ടുള്ളതായ നമ്മുടെ ഉദ്ദേശമണ്ഡലം, നമ്മുടെ മനസ്സ്, അതിൻ്റെ സമ്പാദ്യം, അതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടികൂടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്വയെ വിശദീകരിച്ചപ്പോൾ തഖ്വ ഹാഹുന എന്ന് പറഞ്ഞത്, തഖ്വ ഇവിടെയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യലാണ്, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അതിൻ്റെ സ്ഥലം ഏതാണ്? അതിൻ്റെ സ്ഥലം നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നിരീക്ഷിക്കുന്നത്, നമ്മൾ നോക്കുന്നത് നമ്മുടെ ഉപരിപ്ലവ ഘടനയിലേക്കല്ല, പിന്നെ നമ്മുടെ സ്വത്തുക്കളിലേക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ നെഞ്ചകത്ത്, നമ്മുടെ മനസ്സിലേക്കാണ് എന്നുള്ളതിനാലാണ് നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ പ്രാധാന്യത്തിൽ പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അൽ ഖുലൂബു ഔഇയത്തുൻ വബഅദുഹാ ഔആ മിൻ ബഅദ്, ഹൃദയങ്ങൾ ഔഇയത്താണ്. ഔഇയത്ത് എന്ന് പറഞ്ഞാൽ സഞ്ചികൾ, പാത്രങ്ങൾ, ഭാണ്ഡങ്ങൾ, ഇതിനൊക്കെയാണ് എന്ത് പറയുക? ഈ ഔഇയ എന്ന് പറയുക, കൽബുകൾ. ചില കൽബുകൾ ചിലതിനേക്കാൾ ഔആ എന്നാണ്, വിശാലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് വിശാലമാണ്, അതിൽ കൂടുതൽ ഉൾക്കൊള്ളും. ചിലത് ശുഷ്കമാണ്, അതിൽ പരിമിതമായതേ ഉൾക്കൊള്ളും. അത് നല്ലതാണെങ്കിൽ നല്ലത്, തീയതാണെങ്കിൽ തീയത്. ഹൃദയങ്ങൾ ഒരുപോലെയല്ല. ചില ഹൃദയങ്ങൾ അത് വലുതാണ്, ചില ഹൃദയങ്ങൾ ചെറുതാണ്. അതിനനുസരിച്ച് ഉൾക്കൊള്ളുന്നതും അങ്ങനെയാണ്. അപ്പം നല്ലതാണ് അതിൽ സന്നിവേശിക്കുന്നത് എങ്കിൽ നല്ലത് ധാരാളമായി സന്നിവേശിപ്പിക്കാൻ കഴിയും. ദുഷിച്ചതാണ് പേറുന്നത് എങ്കിൽ ദുഷിച്ചതും പേറാൻ കഴിയും. ഹൃദയങ്ങൾ അതിനനുസരിച്ച് വലിപ്പം
ചെറുപ്പമുള്ളവയാണ്. ഹൃദയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനസ്സിൻ്റെ വിശേഷമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മനസ്സുകൾക്ക് രോഗം വരുമ്പോഴും അങ്ങനെയാണ്. മാനസിക രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും എന്താണ് ഈ രോഗങ്ങൾ എന്നുള്ളത്. വട്ടും ഭ്രാന്തും അല്ല ഇവിടെ വിഷയം. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ചില ഹൃദയങ്ങളെ നന്നായി ഏൽക്കും, കാരണം അത്രമേൽ വിശാലമാണ് അത്തരം മനസ്സുകൾ. എന്നാൽ ചില ഹൃദയങ്ങൾക്ക് അത്ര തന്നെ ഇത്തരം രോഗങ്ങൾ ഏൽക്കുകയില്ല എന്നുള്ളതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രയോഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹൃദയങ്ങൾ അല്ല മനസ്സുകൾ അത് ഏറ്റക്കുറച്ചിലുള്ളവയാണ്. അതുകൊണ്ട് എന്തു വേണം? ഹൃദയങ്ങളിലേക്ക് എത്രയും സന്നിവേശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിൽ സന്നിവേശിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ്, പിന്നെ ഇന്നമാ ഹാദിഹിൽ ഖുലൂബു ഔഇയത്തുൻ ഫശ്ഗലൂഹാ ബിൽ ഖുർആൻ വലാ തുശ്ഗിലൂഹാ ബിഗൈരി. നിങ്ങൾ ഖുർആനെ കൊണ്ട് ഈ മനസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യാപൃതമാക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? പിന്നെ നന്നായി ഉൾക്കൊള്ളണം എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, പിന്നെ ഞാൻ ദിക്റെടുക്കലാണോ ഏറ്റവും ശ്രേഷ്ഠം, അതല്ല ഞാൻ ഖുർആൻ ഓതലാണോ ശ്രേഷ്ഠം? അപ്പം മനസ്സിന് ഏറ്റവും ശ്രേഷ്ഠം ദിക്റിനേക്കാൾ ഖുർആനാണ് എന്ന് പ്രതികരിച്ചു എന്നാണ് ഇമാം അബൂ അബ്ദുറഹ്മാൻ അൽ ഔസാഇയൊക്കെ ഉദ്ധരിച്ചൊക്കെ അങ്ങനെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രയോഗം അതാണ് നമുക്ക് പ്രധാനം. ഹൃദയങ്ങൾ പാത്രങ്ങളാണ്, ചിലത് ചിലതിനേക്കാൾ ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഹൃദയങ്ങളിൽ നല്ലത് നിറക്കുക. നല്ലത് ഹൃദയങ്ങളിൽ നിറഞ്ഞില്ല എങ്കിൽ, നിറക്കാൻ ഏറ്റവും നല്ലത് ഖുർആനാണ്. പിന്നെ അതിൽ നിറയെ രോഗങ്ങളാണ്. നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് ഇനി മനസ്സിലാക്കാൻ പോകുന്ന രോഗങ്ങൾ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. നമ്മുടെ വിഷയം ഈ ഖൽബിൻ്റെ രോഗങ്ങളാണ്, ഈ മനസ്സിൻ്റെ രോഗങ്ങളാണ്. അതിൽ ഞാനിവിടെ ആദ്യം ഉണർത്തുന്നത്, മനസ്സിൽ അതിൻ്റെ രോഗങ്ങളെന്ന് പറഞ്ഞാൽ എത്ര രോഗങ്ങൾ മനസ്സിനെ അലട്ടും, മനസ്സിനെ പ്രശ്നത്തിലാക്കും. ഇമാം അബു അബ്ദില്ല ശംസുദ്ദീൻ ഉൽ ഖർനാത്തി ഇബ്നുൽ അസ്റഖ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന് ബദാഇഉസ് സിൽക്ക് ഫി തബാഇൽ മുൽക്ക് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ബദാഇഉസ് സിൽക്ക്. അതിലദ്ദേഹം ഹൃദയത്തിന് നമ്മൾ ചാർത്തേണ്ട കർമ്മങ്ങളെ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ കർമ്മങ്ങളാണ് 105 എണ്ണം. ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എന്ന് വിധിക്കാവുന്ന, ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത കർമ്മങ്ങൾ അദ്ദേഹം എണ്ണിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണമാണ് 122. ഞാനത് എണ്ണിയതാണ്, ഞാൻ ആ കിതാബ് വായിച്ചപ്പോൾ ഞാൻ എണ്ണിയതാണ്, അല്ലാതെ അദ്ദേഹം ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടല്ല. പിന്നെ അദ്ദേഹം ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, തൗഹീദ്, പിന്നെ തുടങ്ങി, പിന്നെ തസ്ബീഹ്, തക്ബീർ തുടങ്ങി ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ശുക്ർ, റഗ്ബത്ത് തുടങ്ങി ഇങ്ങനെയുള്ള റജാ, ഖൗഫ് തുടങ്ങിയുള്ള ഹൃദയത്തിൽ നമ്മൾ സന്നിവേശിപ്പിക്കേണ്ട, ഹൃദയത്തിന് നമ്മൾ ചാർത്തേണ്ട സൽക്കർമ്മങ്ങൾ, ഹൃദയത്തിൻ്റെ നന്മക്കുള്ള, ആരോഗ്യത്തിനുള്ള പ്രവൃത്തികൾ, അത് അദ്ദേഹം 105 എണ്ണി. പക്ഷെ അദ്ദേഹം ഹൃദയത്തിൻ്റെ രോഗങ്ങളെ എണ്ണി. ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എന്താ? പാപങ്ങളാണ്, കുറ്റങ്ങളാണ്. നമ്മളുടെ മനസ്സിൽ ഭവിക്കുന്ന, നമ്മളിൽ നിന്ന് വരുന്ന, അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ, മനുഷ്യരിൽ നിന്ന് വരുന്ന തെറ്റുകളാണ്. അത് അദ്ദേഹം എണ്ണിയപ്പോൾ 122 രോഗങ്ങളെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
നിർബന്ധമായിട്ടും ആളുകൾ കരുതേണ്ട, ഏറ്റാൽ ചികിത്സിക്കേണ്ട, മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ട രോഗങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൽ ഇങ്ങനെ എണ്ണിയത്. മനുഷ്യ മനസ്സിനെ മലിനമാക്കുന്നത് ഈ പറഞ്ഞ 122 പാപങ്ങളാണ്. അതാണ് 122 രോഗങ്ങൾ എന്ന് നമുക്ക് പറയാം നമ്മളുടെ വിഷയത്തെ പുരസ്കരിച്ച്. എന്നാൽ ആരോഗ്യത്തിന് അദ്ദേഹം എണ്ണിയത് 105 വിഷയങ്ങളാണ്. പക്ഷേ നമുക്കതിൽ ചിലത് ഇവിടെ വരും. ഞാൻ തഫ്സീർ റൂഹുൽ ബയാനിൽ നിന്ന് അബൂ ഹയ്യാൻ അൽ അന്ദുലൂസി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തത്. അത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ വായിച്ചർത്ഥം പറയാനല്ല, പിന്നെ ഞാൻ എൻ്റെ ആശയം പറയാം. അബൂ ഹയ്യാൻ അൽ അന്ദുലൂസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ വിശ്വപ്രസിദ്ധാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനെ ആദ്യാന്തം പഠനം നടത്തി. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഖൽബുകൾ കേൾക്കുന്ന രോഗങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിനെ ക്രോഡീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖൽബിനേൽക്കുന്ന രോഗങ്ങൾ 27 രോഗങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണത് അറൈൻ. അവരുടെ കൽബുകൾക്ക് കറുപ്പ് ചാർത്തുമെന്ന് പറഞ്ഞില്ലേ, കറുപ്പ് വീഴുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹൃദയത്തിൽ കറുപ്പ് വീഴുക എന്ന് പറഞ്ഞെങ്കിൽ അത് ഹൃദയത്തിൽ നിൽക്കുന്ന രോഗമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം റാന എന്നുള്ളതിൽ നിന്നാണ് അദ്ദേഹം റൈൻ. പിന്നെ സൈഗ്, ഫലമ്മാ സാഹു അസാഹല്ലാഹു ഖുലൂബഹും, കൽബുകളെ തെറ്റിക്കൽ, അത് ഹൃദയത്തിൽ ഏൽക്കുന്ന മറ്റൊരു രോഗം. ഇങ്ങനെ അബൂ ഹയ്യാൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ 27 രോഗങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൽബിനേൽക്കുന്ന രോഗങ്ങളായിട്ട് അദ്ദേഹം ക്രോഡീകരിച്ചു ചിലല്ലേ. അത് അദ്ദേഹത്തിൻ്റെ ഒരു സൂക്ഷ്മമായ പഠനമാണ്. വിശുദ്ധ ഖുർആൻ കേവല പാരായണം നടത്തുമ്പോൾ ഇത്തരം യുക്തികൾ പൊരുളുകൾ വരില്ല. പിന്നെ വിശുദ്ധ ഖുർആനെ കണ്ണ് നട്ട് മനസ്സ് നട്ട് പഠിക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ വരിക. അത് ഞാനിവിടെ ഒന്ന് ക്രോഡീകരിച്ചു. അതിൻ്റെ തർജുമ അബൂ ഹയ്യാൻ തഫ്സീറിൽ 27 രോഗങ്ങളെന്ന് പറഞ്ഞപ്പോൾ അതിതൊക്കെയാണ്. ഒന്ന്, കൽബിന് കറ പറ്റൽ, ഒരു രോഗം. പിന്നെ 2, സൈഗ്, കൽബിൻ്റെ വ്യതിചലനം. പിന്നെ 3, കൽബിൻ്റെ ഖത്തും, സീൽ വരൽ, കൽബിന് സീലേറ്റാൻ പിന്നെ തുറക്കാൻ പ്രയാസമല്ലേ, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പിന്നെ കൽബിനെ തെറ്റിക്കൽ, പിന്നെ കൽബിൻ്റെ ഇടുസ്സത, അതേപോലെ തന്നെ ഹറജ്, ഞെരുക്കം, അതേപോലെ തന്നെ ബൽ തബഅ അല്ലാഹു അലാ ഖുലൂബി എന്നാണ്. തബഅ എന്ന് പറഞ്ഞാൽ എന്താ? മുദ്ര ചാർത്തൽ, കൽബിന് മുദ്ര ചാർത്തൽ അല്ലേ. അതേപോലെ തന്നെ ഇഖ്ഫാൽ, പൂട്ടിടൽ, കൽബിന് പൂട്ടിടൽ, കൽബ് ലയിച്ചു ചേരുക. ഉശ്രിബു ഫി ഖുലൂബിഹിമുൽ ഇജ്ല എന്ന് പറഞ്ഞില്ലേ, കിടാവിനോടുള്ള പശുക്കിടാവിനോടുള്ള ഭ്രമം അവരുടെ ഹൃദയത്തിൽ ലയിച്ചു പോയി എന്നാണ്. അത് കൽബിനേൽക്കുന്ന ഒരു രോഗമാണ്. അതിനാണ് അദ്ദേഹം, അതാണ് ആ ലയിച്ചു ചേരൽ. ലയിച്ചു ചേരൽ ഞാൻ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. അതേപോലെ തന്നെ ഭീതി, റുഅബ്. റുഅബ് നമ്മളിപ്പോൾ സൂറത്ത് അഹ്സാബ് എടുത്തപ്പോൾ, അതേപോലെ തന്നെ പിന്നെ സൂറത്ത് അംഫാലിൽ അല്ലാഹു പറഞ്ഞില്ല, സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്. റുഅബ് എന്ന് പറഞ്ഞാൽ ഭീതി, പേടി. അത് കൽബിനേൽക്കുന്ന മറ്റൊരു രോഗമാണ്. അതേപോലെ കാഠിന്യം, അതേപോലെ ദുശാഠ്യം, അശുദ്ധി, അദ്മുത്തത്ഹീർ, വെറുപ്പ്, നിഷേധം, സംശയം, അന്ധത, ശപിക്കൽ. പിന്നെ അന്ധത, വലാകിൻ ഇന്നഹ ലാ തഅമൽ ഇന്നഹ വലാകിൻ തഅമൽ ഖുലൂബ് അല്ലദീ ഫി സുദൂർ എന്നല്ലേ, തഅമൽ ഖുലൂബ്, കൽബിനേൽക്കുന്ന അന്ധത. അതേപോലെ ശപിക്കൽ, വിസമ്മതം, ദുരഭിമാനം, വിദ്വേഷം, അശ്രദ്ധ, കളിയാക്കൽ. അതേപോലെ തന്നെ ലഹ്, അനാവശ്യങ്ങൾ, സന്ദേഹം, കാപട്യം. ഈ 27 രോഗങ്ങൾ
കൽബിനേൽക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ടുണ്ട് എന്നാണ് അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പം നമ്മൾ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എന്ന വിഷയം കേട്ടിട്ട് ഇവിടെ വന്നപ്പോൾ എന്താണ് ഹൃദയത്തിൻ്റെ രോഗങ്ങൾ? അതിതാണ്, ഇതിൽ പരിമിതമല്ല. ഇത് വിശുദ്ധ ഖുർആനെ വായിച്ച അബൂ ഹയ്യാൻ്റെ ഒരു നിരീക്ഷണമാണ്. പക്ഷേ നമ്മൾ നേരത്തെ കേട്ടു ശംസുദ്ദീനുൽ ഖർനാത്തി ഇബ്നുൽ അസ്റഖ് അദ്ദേഹത്തിൻ്റെ ബദാഇഉ സിൽക്കിൽ എത്ര എണ്ണിയത്? 122. ഏതായാലും ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അത് കുറ്റകൃത്യങ്ങളാണ്, പാപങ്ങളാണ്. ഒരു കവി പറയുകയാണ്, റഅയ്തു ദുനൂബ തുമീതുൽ ഖുലൂബ് വയൂരിസു ദുല്ല ഇദ്മാനുഹ വതർക്കു ദുനൂബി ഹയാത്തുൽ ഖുലൂബ് വഖൈറുൻ ലിനഫ്സിക ഇസ്യാനുഹ എന്നാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? കവി പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അവിടെ എഴുതിയത്. പാപങ്ങൾ മനസ്സുകളെ മരിപ്പിക്കുന്നു, അവ അപമാനത്തെ അനന്തരമാക്കുന്നു. പാപം വെടിയൽ മനസ്സിന് ജീവനേകുന്നു, തെറ്റിനോട് തെറ്റലാണ് മനസ്സിന് ഉത്തമം. സിഗരറ്റ് മനുഷ്യനെ വലിക്കുന്നതാണ് ചിത്രം. ഹൃദ്രോഗങ്ങൾ അവയുടെ എണ്ണപ്പരിപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കിയത്. ഹൃദ്രോഗങ്ങൾ ധാരാളമുണ്ട് എന്ന്. പക്ഷേ എല്ലാ ഹൃദ്രോഗങ്ങളും 2 സബബുകളിലേക്ക്, 2 അടിസ്ഥാന കാരണങ്ങളിലേക്ക് മടങ്ങും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിനേൽക്കുന്ന രോഗങ്ങളായിട്ട്. അതൊന്ന് സംശയരോഗമാണ്, മറന്നു ശുബ്ഹ അല്ലേ? നമ്മൾ പറഞ്ഞപ്പോൾ 122 എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിന് നമ്മൾ എന്താണ്ട് അതിൻ്റെ ഗണം തിരിച്ചാൽ ഒരു ഗണം ഈ സംശയരോഗത്തിൻ്റെ വകുപ്പിലാണ് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എന്ത്? ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ മനസ്സുകളിൽ ഒരുതരം രോഗമുണ്ട്. തന്നിമിത്തം അള്ളാഹു അവർക്ക് ആ രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇതെവിടെ പറഞ്ഞത്? ഈ ആയത്ത് സൂറത്തുൽ ബഖറയിൽ വേണ്ട. സംശയരോഗം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഖൽബുകളിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞ് നേരെ ഞാൻ മുമ്പ് പറഞ്ഞ 27 എന്താണ്? അത് നേരിട്ട് രോഗം എന്നല്ല പറഞ്ഞത്. പിന്നെ അത് പാപങ്ങളാണ്, ഖൽബിനെ ഏൽക്കുന്ന പാപങ്ങളാണ്, അതാണ് രോഗങ്ങളാണ് ഉദ്ദേശം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിന് രോഗത്തെക്കുറിച്ച് പറഞ്ഞു. 2 സ്ഥലത്ത്. അതിൽ ഒന്ന് സംശയരോഗം. ഖൽബിനേൽക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ പാപങ്ങളൊക്കെ ഒന്നുകിൽ ഈ രോഗത്തിലേക്കാണ് അതിൻ്റെ മടക്കം, സംശയരോഗത്തിലേക്ക്. ഫീ ഖുലൂബിഹിം മറദുൻ, ഇത് സംശയരോഗമാണ്. അതിൻ്റെ വാക്താക്കൾ കപടന്മാരാണ്. ഇനി മറ്റൊരു രോഗം, അത് മറദു ശഹ്വത്തിൻ, ഇച്ഛാരോഗം, ജഡികേച്ഛയുമായി ബന്ധപ്പെട്ട രോഗം. ഈ ജഡികേച്ഛയുമായി ബന്ധപ്പെട്ട രോഗം അത് വികാര ജീവികൾക്കുള്ളതാണ്. മറ്റേത് കപടന്മാർക്ക്, ഇത് വികാരത്തിൻ്റെ അടിമകൾക്ക്. ഇതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കി നിങ്ങൾ ഇവിടെ എന്താ പറഞ്ഞത്? ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, എന്താ? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് പറയാണ്, പ്രത്യേകിച്ച് അവിടുത്തെ ഭാര്യമാരോട്, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ പരപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ചിണുങ്ങി സംസാരിക്കരുത്. ഇവിടെ എന്താ പറഞ്ഞത്? അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. കാരണം എന്താ? ഹൃദയത്തിൽ രോഗമുള്ളവന് അപ്പോൾ നിങ്ങളുടെ സംസാരം നിമിത്തം മോഹം തോന്നുക എന്നുള്ള അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നോക്കി, നീ ഇവിടെ രോഗം ജഡികേച്ഛയുടെ രോഗമാണ്, ദേഹേച്ഛയുടെ രോഗമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തന്നെ പറഞ്ഞു, ഫീ ഖൽബിഹി മറദുൻ. ഈ മറദ് എന്താണ്? ഇത് ദേഹേച്ഛയാണ്. അവിടെ പറഞ്ഞു ഫീ ഖുലൂബിഹിം മറദുൻ, അവർക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞ്. അതെന്താണ്? അത് ശക്ക്, സംശയത്തിൻ്റെ രോഗമാണ്. ചില എല്ലാ ഹൃദ്രോഗങ്ങളും ഒന്നുകിൽ ഇതിലേക്ക് മടങ്ങും,
ദേഹേച്ഛ എന്ന രോഗത്തിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ സംശയരോഗത്തിലേക്ക് മടങ്ങും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽബിൻ്റെ രോഗങ്ങൾ ഇത് രണ്ടെണ്ണമാണ് വിശുദ്ധ ഖുർആനിൽ രോഗം എന്ന നിലക്ക് പറഞ്ഞത്. മറ്റേത് രോഗമല്ല, പാപങ്ങളാണ്. പക്ഷേ ആ പാപങ്ങൾ എന്താണ്? ഖൽബിൻ്റെ രോഗങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അവയെ രോഗം എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ട് വിഷയം. ഒന്ന്, ഖൽബിനെ ബാധിക്കുന്ന പ്രധാന രോഗം അത് സംശയരോഗമാണ്. മറ്റൊന്ന് ദേഹേച്ഛയുടെ രോഗമാണ്. ദേഹേച്ഛ അടക്കി വാണാൽ എന്താ? ദേഹേച്ഛ അടക്കി വാണിട്ടെങ്കിൽ മനുഷ്യൻ ഇച്ഛക്കടിപ്പെട്ട് തന്നിഷ്ടത്തിൽ താന്തോന്നിയായി വികാരജീവിയായി അനിഷ്ടങ്ങളിൽ ആസക്തിയുള്ളവനായി പതിതനാകും. ദേഹം ഇച്ഛിക്കുന്നത് എന്താ? ദേഹം ഇച്ഛിക്കുന്നത് നല്ലത് ഇച്ഛിക്കുന്ന മനസ്സുണ്ടാകും. പക്ഷേ ദേഹേച്ഛ പലപ്പോഴും ചായുന്നത് സ്ഖലിതങ്ങളിലേക്കായിരിക്കും. ഇവിടെ നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? സ്ത്രീകളോട് പറയാണ് നിങ്ങൾ ചുണുങ്ങി സംസാരിക്കരുത്, പുരുഷന്മാരോട് അനുനയത്തിൽ നിങ്ങൾ പുരുഷന്മാരോട് അന്യരോട് സംസാരിക്കരുത്. ആ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ നാടന്മാരെ അറിയും ചക്കരക്കുടത്തിൽ കൈയിടുന്ന പ്രവണത. അല്ലാഹു സ്ഥാൻ. മറ്റത് കാപട്യത്തിൻ്റെയും അതേപോലെ തന്നെ നിഫാഖിൻ്റെയും വിഷയമാണ്. എന്തായാലും നമ്മൾ സംശയത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അതേപോലെ തന്നെ ദേഹേച്ഛയുടെ അവസ്ഥയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. മനസ്സിലായോ? കാത്തു സൂക്ഷിക്കണം. പിന്നെ ഈ ദേഹേച്ഛയുടെ വിഷയം, സംശയത്തിൻ്റെ വിഷയം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സന്ദേഹങ്ങൾ, സംശയങ്ങളുണ്ടല്ലോ, ഇതാണ് കുഫറിനും ഷിർക്കിനും നിഫാഖിനും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതായ പാപങ്ങൾക്കൊക്കെ കാരണമാക്കുന്നത് ഈ സംശയങ്ങളാണ്. എന്നാൽ ദേഹേച്ഛയുടെ വിഷയം, സ്ത്രീകളുടെ വിഷയത്തിൽ പരാജിതമാകുന്ന ഇപ്പോഴത്തെ യുഗമുണ്ടല്ലോ, മദ്യപാനം, മയക്കുമരുന്ന്, ഇങ്ങനെ തുടങ്ങിയുള്ളതായ വിഷയങ്ങളൊക്കെയും ദേഹേച്ഛയുടെ രോഗത്താൽ വരുന്നതാണ്. സംശയരോഗത്തിൽ നിന്നും ദേഹേച്ഛയുടെ രോഗത്തിൽ നിന്നും നമ്മൾ നമ്മുടെ ഹൃദയത്തെ സുരക്ഷിതമാക്കൽ അത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ നോക്കി, ഈ ഒരു ദുആ ഇതാരുടെ ദുആയാണ്? മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനത്തിലാക്കരുതേ. അതായത് സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്ത ദിവസം, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവർക്കൊഴികെ, കുറ്റമറ്റ ഹൃദയവുമായിട്ട് പഠിച്ചവൻ്റെ അടുത്തെത്തിയവർക്കാണ് പരലോകത്ത് രക്ഷ. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബ്, അതാണ് ബിഖൽബിൻ സലീം, സലീമായ മനസ്സോടുകൂടി പഠിച്ചവൻ്റെ അടുക്കലേക്ക് വന്നവനാണ് പരലോകത്ത് രക്ഷ. സലീം സലാമത്തിൽ നിന്നാണ്, സലാമിൽ നിന്നാണ്. സുരക്ഷിതമായ സമാധാനം പൂണ്ട കൽബ് അതേറ്റി പരലോകത്ത് വരണമെന്നാണ്. ഏതിൽ നിന്ന് സലാമത്തായ കൽബ്? ശുബ്ഹത്തിൽ നിന്നും ശുക്കൂക്കിൽ നിന്നും, സംശയങ്ങളിൽ നിന്നും, ജഡികച്ചകളിൽ, ദേഹേച്ഛകളിൽ നിന്നും സുരക്ഷിതമായ കൽബേറ്റിയിട്ട് പരലോകത്ത് വരുമ്പോഴാണ് രക്ഷ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണത്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ ഒരു സുരക്ഷിതമായ ഹൃദയത്തിന് വേണ്ടിയിട്ട് എത്ര ദുആ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് ദീനല്ലാത്ത, കേടില്ലാത്ത ഹൃദയേറ്റിയിട്ട് അവിടേക്ക് വരാനാണ്. അതേപോലെ തന്നെ അങ്ങനെ ഒരു ഹൃദയം നമ്മളുടെ ഹൃദയമാകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേരിപ്പിക്കൽ, പ്രോത്സാഹിപ്പിക്കൽ, ആജ്ഞാപിക്കൽ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആര് എന്ന് ചോദിക്കുന്നുണ്ട്. ജനങ്ങളിൽ ഖൈറായവൻ ആര്? ഖൈറായവൻ ആര്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണിത്. സദൂഖുൽ ലിസാനും മഹ്മൂമുൽ ഖൽബുമായവൻ എന്നാണ്. സദൂഖുൽ ലിസാൻ, മഹ്മൂമുൽ ഖൽബായവൻ എന്നാണ്. അപ്പം അന്ന് സഹാബികൾക്ക് അറിയാമായിരുന്നു സദൂഖുൽ ലിസാൻ ആരെന്ന്. ദാ സദൂഖുൽ ലിസാൻ ആരാ? സാദിഖ് ആരാ? സിദ്ഖ് എന്താ? സത്യസന്ധൻ, തൊള്ളൊളിച്ചാൽ സത്യം പറയുന്നവൻ, അതാണ് സദൂഖുൽ ലിസാൻ. നിസ്സാസ്ലമ തങ്ങൾ പറഞ്ഞു സത്യം പറയുന്നവനും മഹ്മൂമുൽ ഖൽബും, ഖൽബിൻ്റെ മഹ്മൂം എന്നാണ് ഉത്തമനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആളുകൾക്ക് പിടുത്തം കിട്ടിയില്ല.
അപ്പോൾ അവിടുന്ന് ചോദിച്ചതാണ്, സദൂഖുൽ ഖൽബ് നഅരിഫു, സത്യം പറയുന്നവൻ ഞങ്ങൾക്കറിയാം, പക്ഷേ മഹ്മൂമുൽ ഖൽബ് ഫമാ മഹ്മൂമുൽ ഖൽബ് അതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്താണ്. ഒന്ന് വായിച്ചേ. അതെ, എന്താ പറഞ്ഞത്? യാതൊരു പാപവും അക്രമവും പകയും അസൂയയും ഇല്ലാത്ത ഭക്തനും ശുദ്ധനുമായവൻ എന്നാണ്. അതാണ് മഹ്മൂമുൽ ഖൽബ്. ജനങ്ങളിൽ ഏറ്റവും ഖൈർ, ഉത്തമൻ ആര് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണമാണ്. ആ ആള് പാപമില്ലാത്ത, അക്രമ മനസ്സില്ലാത്ത, അല്ലേ, പകയില്ലാത്ത, അസൂയയില്ലാത്ത. ഇതൊക്കെ ഇവിടെ മനസ്സിലാണ്. മഹ്മൂമുൽ ഖൽബാണ്, ഖൽബിൻ്റെ മഹ്മൂമാണ്. അപ്പോൾ ആ ഖൽബിൽ പാപമില്ല, അതേപോലെ തന്നെ അക്രമമില്ല, പകയില്ല, അസൂയയില്ല. അങ്ങനെയുള്ള ഭക്തൻ, ശുദ്ധൻ, അതാണ് മഹ്മൂമുൽ ഖൽബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാപം, അക്രമം, അസൂയ, പക, ഇതൊക്കെയാണ് ഹൃദയത്തിൻ്റെ രോഗങ്ങൾ. ഇതില്ലാത്ത മനുഷ്യരാണ് ഏറ്റവും ഖൈറായ മനുഷ്യന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്ന് മനസ്സിലായ. അപ്പോൾ ഈ രോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കും വേണം. ഇങ്ങനെ രോഗങ്ങളില്ലാത്ത മനസ്സാക്കാൻ നമ്മൾ പരിശ്രമിക്കും വേണം. നമ്മൾ ഉത്തമരാകണ്ടേ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, ഖൈറായ മനുഷ്യൻ ആരെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു പ്രതികരണം പറഞ്ഞാണിത്. പക്ഷേ സന്ദർഭോചിതമായിട്ട് നമുക്കൊരു ചില മാലൂമാത്ത്, അറിവുകൾ അഭ്യസിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖൈറുന്നാസ് അല്ലെങ്കിൽ അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഉത്തമർ ആര് എന്ന് പലപ്പോഴും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, സദൂഖുൽ ലിസാൻ മഹ്മൂമുൽ ഖൽബ്. ഇനി അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും ഖൈർ, ഉത്തമൻ ആരാ? വായിച്ചേ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ. പിന്നെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആര് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽസ്വഭാവികൾ, ഖിയാറുക്കും അഹാസിനുക്കും അഖ്ലാഖ എന്ന് പറഞ്ഞു. പിന്നെ കടം വീട്ടുമ്പോൾ നല്ല നിലക്ക് കടം വീട്ടുന്നവൻ എന്ന് പറഞ്ഞു. അഹ്സനുക്കും ഖബാ, ഖൈറുക്കും അഹ്സനുക്കും ഖബാ എന്നാണ്. ഏറ്റവും നല്ല നിലക്ക് കടം വീട്ടുന്നവനാണ് ഖൈറുക്കും എന്ന് പറഞ്ഞു, ഏറ്റവും നല്ല പറഞ്ഞു. എന്താണ് അങ്ങനെ പറഞ്ഞേ? കടം കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയല്ല കടം കൊടുക്കുമ്പോൾ, അല്ലേ? പലപ്പോഴും കടം കൊള്ളാൻ എളുപ്പമുണ്ട്, പക്ഷെ കടം കൊടുക്കുമ്പോൾ, വീട്ടുമ്പോൾ കുറേ മരത്ത് വന്ന് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും, അല്ലേ? കുറേ ചോദിക്കേണ്ട അവസ്ഥ വരും. ചില ആളുകൾ അങ്ങനെ, അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ, നഊദുബില്ലാ. അപ്പോൾ പിന്നെ 1, 2, 3 പറഞ്ഞ് പിന്നൊക്കെയാണ് ഇത് കൊടുക്കൽ തന്നെ ഒരു കൊടുക്കലായിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല നിലക്ക് കടം വീട്ടുന്നവനാണ് ഖൈറുക്കും എന്ന്. പിന്നെ ഖൈറുക്കും ആരാണ്? മൻ യുർജ ഖൈറുഹു വയുഅമ്മൻ ശർറുഹു എന്നാണ്. നമ്മളൊരാളിൽ നിന്ന് അയാളുടെ നന്മ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഒരാളുടെ ഷർറ് അതിനകത്ത് നമ്മൾ നിർഭയനാണ് എങ്കിൽ അയാൾ ആരാണ്? ഖൈർ, ജനങ്ങളിൽ ഉത്തമനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില ആളുകൾ അതിൽ വരുമ്പോൾ ഇതിൽ ഓടേണ്ടി വരും. കാരണം എന്താ? ഓൻ്റെ ഷെറ് പേടിച്ചിട്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ. അവർ ഷെറാണ്, ഖൈറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാളുടെ നന്മ ഖൈർ പ്രതീക്ഷിക്കപ്പെടുകയും ഷെറിൽ നിന്ന് നിർഭയത്വം നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം മനുഷ്യന്മാരാണ് ഖൈറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഖൈറുക്കും ലി അഹ്ലിഹി, കുടുംബത്തോട് ഉത്തമൻ, കുടുംബത്തിൽ ഉത്തമൻ, അവൻ നിങ്ങളിൽ ഖൈറാനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും മൻ അതാമ തആം വറദ്ദ സലാം. എന്താ? നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഭക്ഷണം നൽകുന്നവൻ, സലാം പറഞ്ഞത് മടക്കുന്നവൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നൊന്ന്, നിസ്കാരത്തിൽ സഫ് ശരിയാക്കാൻ തൽപരൻ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം
ഖൈറുക്കും അലിയനുക്കും മനാക്കിബ ഫിസ്സല എന്നാണ്. നിസ്കാരത്തിൽ സഫ് ശരിയാക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കുന്നവൻ. ചില ആളുകളെ നിസ്കരിക്കാൻ സഫിലുണ്ടല്ലോ, പിന്നെ നമ്മൾ നാടന്മാരറിയും, ചിലർ അടുത്ത് നിൽക്കില്ല. നമ്മളെന്ത് ചെയ്യണം? അടുത്ത് നിൽക്കണ്ടേ? ചേർന്ന് നിൽക്കണം. ചിലർ സഫിൽക്ക് നമ്മളടുത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവറാനെ കുഞ്ചിക്ക് വിളിച്ച മാതിരി അറിയും. എങ്ങനെ സഹകരിക്കില്ല. ചിലർ ഇനി അങ്ങോട്ട് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരൊറ്റ തള്ള, അവിടെ എത്രങ്ങാനും സ്ഥലമുണ്ട്, എനിക്ക് ഇപ്പം എന്നെ ഒട്ടിക്കണമെന്ന് ചോദിക്കും. ചിലരങ്ങനെയാണ്, ഭയങ്കര ടൈറ്റ് ഫിറ്റായിരിക്കും. അറബികളാണെങ്കിൽ ഇപ്പോൾ ഒരിക്കൽ ഇമാമ് ഇവിടുന്ന് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ് ശരിയാക്കി, ചിലപ്പം ഈ അമ്പ് കൊടുത്തയച്ചിട്ട് പിന്നിൽ നിന്ന് ഇങ്ങനെ നേരെയാക്കിയിട്ടൊക്കെയാണ് സഫ് ശരിയാക്കിയെന്നാണ്. സുഫൂഫക്കും സഫ് ശരിയാക്കണം, അല്ലെങ്കിൽ നിസ്കാരം പൂർണ്ണാവില്ല. ഫൈന തസ്വിയത സുഫൂഫ് മിൻ തമാമി സ്വല, നിസ്കാരം പൂർണ്ണമാണെങ്കിൽ സഫ് ശരിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് സഫ് ശരിയാക്കാൻ ആളെ വരെ വിട്ടിരുന്നത്. സഫ് ശരിയായിട്ടാണ് അല്ലാഹു അക്ബർ ചൊല്ലിയിരുന്നത്. അതുകൊണ്ട് സഫ് ശരിയാക്കൽ ഇമാംമാരുടെ ബാധ്യതയാണ്. അപ്പോൾ സഫ് ശരിയാക്കുമ്പോൾ പിന്നെ ചോദിച്ചു എന്നാണ്, ഇന്നകനം എന്താ ഇന്നകനം, ഇത് ഞങ്ങൾ ആടുകളാണോ എന്ന് ഇങ്ങനെ വന്നിങ്ങനെ പറഞ്ഞു നിർത്താൻ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെയുണ്ട് ചില ആളുകൾ സഫ് നിസ്കാരത്തിന് ശരിയാക്കാൻ വേണ്ടി ഒട്ടും സഹകരിക്കൂല. ഇവിടെ പറയുന്നത് ഖൈറുക്കും അലിയനു മനാഖിബ ഫിസ്സല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫ് ശരിയാക്കാൻ സഹകരിക്കുന്നവൻ. അടുത്ത് നിൽക്കും അല്ലേ, പിന്നെ നേരെ നിൽക്കുകയാണെങ്കിൽ നേരെ നിൽക്കും. അങ്ങനെ ചെയ്യുന്ന ആൾ നിങ്ങളിൽ ഉത്തമനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ ഖൈറുക്കും മൻ താല ഉംറുഹു വ ഹസുന അമലുഹു, കുറേ കാലം ജീവിക്കാൻ അള്ളാഹു അവസരം നൽകി, അപ്പോൾ നല്ല പ്രവൃത്തികൾ കൊണ്ട് ആ ആയുസിനെ മാറ്റുകൂട്ടിയവൻ ഖൈറുക്കും എന്ന് പറഞ്ഞു. ഇതേപോലെ അംഫഉകും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള മനുഷ്യൻ ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ ഖൈറുക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൂട്ടുകാർക്ക് നല്ലവൻ, അയൽവാസികളോട് നല്ലവൻ, ഇവരൊക്കെ എന്താണ് ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിവിടെ ഞാൻ കൊണ്ടുവന്നത് നമ്മളുടെ വിഷയതല്ല. നമ്മളുടെ വിഷയം ജനങ്ങളിൽ ഖൈറായവൻ ആര് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദൂഖുൽ ലിസാൻ വ മഖ്മൂമുൽ ഖൽബ്, സത്യം പറയുന്നവൻ, പകയില്ലാത്ത, അസൂയയില്ലാത്ത, അക്രമമോ പാപമോ ഇല്ലാത്ത കൽബുള്ളവൻ എന്ന് പറഞ്ഞു. അത് ആ ചോദ്യത്തിന് ആ സന്ദർഭോചിതമായിട്ട് റസൂലുള്ളാഹിൻ്റെ പ്രതികരണമാണ്. പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയങ്ങളെ വിശദീകരിച്ചാണ് ആ ഖൈറുക്കും എന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തന്നത്. അത് സന്ദർഭോചിതമായിട്ട് ഞാനൊരു മാലൂമാത്ത് ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം. നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അത് പാപക്കറയാണ്, തെറ്റുകളും വീഴ്ചകളുമാണ്. ശുബ്ഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന തെറ്റുകൾ, ശക്ക് സംശയത്തിലേക്ക് ചേർക്കപ്പെടുന്ന തെറ്റുകൾ, അതൊരു നിരയാണ്. ഈ രോഗങ്ങൾ ഒരിക്കലും സമ്മതിച്ചുകൂടാ. ഇത് ചികിത്സിക്കപ്പെടേണ്ടതുണ്ട്. അതുള്ളവർക്ക് ചികിത്സ വേണം. പക്ഷേ ഹൃദ്രോഗങ്ങൾ ഇവ ചികിത്സിക്കപ്പെടാൻ അതിനുള്ള മറുമരുന്ന് എന്താണ്? അതെങ്ങനെ ചികിത്സിക്കപ്പെടും? എക്കാലഘട്ടത്തിലും പണ്ഡിതന്മാരുടെ ഒരു വിഷയമാണിത്. അതിൽ അബൂ ഹാമിദുൽ ഖസാലി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന വിശ്വപ്രസിദ്ധ രചനയിൽ പറഞ്ഞത്, വലാ തുദാവ അംറാദുൽ ഖുലൂബ് ഇല്ലാ ബിൽ ഇൽമി വൽ അമൽ, ഹൃദയരോഗങ്ങളെ ചികിത്സിക്കപ്പെടാൻ 2 മരുന്നാണ്. എന്തിന്? ഹൃദയരോഗങ്ങൾ ചികിത്സിക്കപ്പെടാൻ. അതൊന്ന് ഇൽമാണ്, മറ്റൊന്ന് അമലാണ്. ഇൽമ അഭ്യസിക്കുക, അഭ്യസിച്ച ഇൽമിനനുസരിച്ച് അമലെടുക്കുക. ഇതാണ് ഹൃദയരോഗങ്ങളെ ചികിത്സിക്കാനുള്ള
മറുമരുന്ന് അബൂ ഹമദ് ഗസാലിയുടെ വീക്ഷണപ്രകാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ശുദ്ധിയുണ്ട് അല്ലേ? 2 ശുദ്ധി. ഒന്ന് ഉപരിപ്ലവമായിട്ട് നമ്മൾ നിർവഹിക്കാനുള്ള ശുദ്ധിയാണ്. മറ്റൊന്ന് നമ്മളുടെ ആന്തരികമായിട്ടുള്ള ശുദ്ധിയാണ്. ശരീരത്തിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധി. അടിസ്ഥാനം അത്തഹാറത്തുൽ മാനവിയയാണ്, കാൽപ്പനികമായ ശുദ്ധിയാണ്, ആന്തരികമായ ശുദ്ധിയാണ്. കാൽപ്പനികമായിട്ടുള്ള ഈ ആന്തരിക ശുദ്ധി അത് ഖൽബിനെ ശുദ്ധീകരിക്കലാണ്. ഹൃദയരോഗങ്ങളെ ചികിത്സിച്ചിട്ടുള്ള ശുദ്ധി. ഇപ്പം നമ്മൾ നിസ്കരിക്കണമെങ്കിൽ നമ്മൾക്ക് ശുദ്ധി വേണം, 2 ശുദ്ധി വേണം. ഒന്ന് അസലായിട്ടുള്ള ശുദ്ധി, മറ്റൊന്ന് ഫറായിട്ടുള്ള ശുദ്ധി. അസലായ ശുദ്ധി നിസ്കാരത്തിന് എന്താ? മനസ്സ് മലീമസമാണിയെങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല, മലീമസമായ മനസ്സിനെ ശുദ്ധീകരിക്കലാണ് അത്തഹാറത്തുൽ മാനവിയ, കാൽപ്പനികമായ ശുദ്ധി. ഉദാഹരണത്തിന് ഇപ്പോൾ മനസ്സിൽ കുഫറുണ്ട്, മനസ്സിൽ ഷിർക്കുണ്ട്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല, എങ്കിൽ നമ്മൾ കേവലം ഒന്ന് ചെയ്തതുകൊണ്ട് ശുദ്ധാവില്ല. എന്തു വേണം? അവിടെ ഒതു ചെയ്യൽ ഫറാണ്. അടിസ്ഥാനമായിട്ടുള്ള ശുദ്ധി അത് ആദ്യമാണ്. അതെന്താണ്? മനസ്സിൻ്റെ ഈ പാപം, അശുദ്ധി, അതിനെ നമ്മൾ ശുദ്ധിയാക്കലാണ്. അതിനെ ശുദ്ധിയാക്കാൻ നമ്മൾ വലിയൊരു കുളത്തേക്ക് മുങ്ങിച്ചാടിയിട്ട് കാര്യമല്ല, കടലിൽ പോയിട്ട് താണിട്ടും കാര്യമല്ല, എത്ര നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടും കാര്യമല്ല. പിന്നെയോ മനസ്സിൻ്റെ അശുദ്ധിയെ ശുദ്ധിയാക്കാൻ നമ്മൾ പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. അങ്ങനെയാണ് മനസ്സ് ശുദ്ധിയാക്കേണ്ടത്. അതിനപ്പുറമാണ് വുളു ചെയ്തോ, അല്ലെങ്കിൽ വുളു ചെയ്യാൻ വെള്ളമില്ല എങ്കിൽ തയമ്മം ചെയ്തൊക്കെയുള്ള ശുദ്ധി. അപ്പോൾ ഈ നമുക്ക് 2 ശുദ്ധി അതാണ് ഇവിടെ എഴുതിയത്. ഒന്ന് തഹാറൽ മാനവീയ, അതാണ് അടിസ്ഥാനം, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കൽ. പിന്നെ അത്തഹാറൽ ഹിസ്സിയ, നമ്മുടെ ഉപരിപ്ലവമായ ശുദ്ധി, അതാണ് നമ്മുടെ വുളു ചെയ്യൽ, കുളിക്കൽ, തയമ്മം ചെയ്യൽ തുടങ്ങിയ ശുദ്ധി. ഹൃദയ രോഗങ്ങളെ നമ്മൾ അത്തഹാറത്തുൽ മാനവിയ, ഈ കാൽപ്പനികമായ ശുദ്ധി കൊണ്ടാണ് പാപക്കറകൾ നമ്മളുടേത് മായാൻ, പോകാൻ, അതിന് പശ്ചാത്താപം, തൗബ. ഗസാലി പറഞ്ഞതുപോലെ റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്ക് ഇൽമ് വേണം, ആ ഇൽമനുസരിച്ച് നമുക്ക് അമല് വേണം. പാപം പൊറുക്കപ്പെടാൻ നമ്മൾ റബ്ബന വലംന അൻഫുസന ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നുള്ള ദുആ ചെയ്യാൻ, ഈ ദുആ നമ്മൾ ആദ്യം പഠിക്കണം. അതാണ് ഇൽമ്, നമ്മളത് പഠിക്കണം. മനസ്സിൻ്റെ രോഗം പാപമാണ്. ആ പാപമാകുന്ന രോഗം ഭേദപ്പെടാൻ, ശിഫയാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മരുന്നാണല്ലോ ദുആ, ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം, തൗബ, പശ്ചാത്താപം. നമ്മളെന്ത് വേണം? ആദ്യം അത് ഇൽമ് അഭ്യസിക്കണം. നമ്മൾ റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് ഇൽമ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചിട്ടാ ഞാനൊരു ദുആയും കൂടിയും പഠിച്ചു എന്ന് മേനി പറയാനല്ല. പിന്നെയോ നമ്മൾ നമ്മളുടെ വീഴ്ചകളെ ഓർക്കണം, തെറ്റിനെ ഓർക്കണം, മനസ്സിനേറ്റ ഈ കറയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഒഴിഞ്ഞിരിക്കണം, പടച്ചറബിനോട് കേകണം, അള്ളാഹുവിനോട് കരയണം, സുജൂദിൽ വീഴണം. അള്ളാഹുവിനോട് നമ്മളുടെ അപരാധങ്ങൾ വന്നു പോയത് എണ്ണി പറഞ്ഞ് ഇനി ഞാൻ അതിലേക്കില്ല എന്ന് അള്ളാഹുവിനോട് ഉറപ്പ് പറഞ്ഞ് ഖേദപൂർവം നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ ചെയ്യണം. അതാണ് അമൽ. ഇൽമും വേണം,
അമലും വേണം. അപ്പോഴേ ഹൃദയരോഗങ്ങൾ അത് ചികിത്സിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നമ്മൾ ഇവിടെ ഹൃദയ രോഗങ്ങളെ മൊത്തത്തിലാണ് വായിച്ചത്. ഈ രോഗങ്ങൾക്കുള്ള ചികിത്സ എങ്ങനെയാകണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അറിവ് അനിവാര്യമാണ്, പക്ഷേ ആധികാരികമായ പ്രഥമമായ അറിവ് അത് ഹൃദയരോഗങ്ങളെ ചികിത്സിക്കാൻ ഈ അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രമല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രമല്ല പറഞ്ഞത്. പിന്നെയോ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നീ അറിയണം, അറിഞ്ഞ് മനസ്സിലാക്കണം, പഠിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അറിവിൻ്റെ വിഷയം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അറിയുന്നതിൻ്റെ വിഷയം, അതിൻ്റെ അനിവാര്യത, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഹൃദയരോഗങ്ങൾ ഭേദപ്പെടാൻ ഏറ്റവും ഉത്തമമായ മരുന്നാണിത്. ഞാൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മാത്രം പോരാ എന്ന്. ഒരു ഹദീസിൽ മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന എന്നുണ്ട്. ഒരാൾ അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിച്ചാൽ സ്വർഗപ്രവേശനം എന്നുള്ളത്. പക്ഷേ അത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. മൻ മാത ഒരാൾ മരിച്ചു, വഹുവ യഅലമു അവനറിയും, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അറിഞ്ഞ് മനസ്സിലാക്കി ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശനം എന്ന് പറഞ്ഞതോ ഇതും തമ്മിൽ. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ് ചില ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എത്തിയിട്ടേ ഉള്ളൂ, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എത്തിയിട്ടേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിച്ചാൽ മരണസമയത്ത് അവർ പറഞ്ഞാൽ മതിയാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ അവതരിപ്പിച്ച് അതിനെ വിശദീകരിച്ച് ഒക്കെ തന്നതിന് ശേഷം, വിധി വിലക്കുകൾ അവതരിപ്പിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെയോ അറിയുക കൂടി വേണം. അറിഞ്ഞ് മരിച്ചാലാണ് സ്വർഗപ്രവേശനം എന്ന നിലക്ക് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്തു തൗഹീദ് അതിനെ അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇതിൻ്റെ തുടർച്ചയിൽ എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ വസ്തഗ്ഫിർ ലിദംബിക്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അറിയണം, എന്നിട്ട് തെറ്റിന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണമെന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാൽ മാത്രം പോരാ, പിന്നെയോ ആ യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നത് അറിഞ്ഞാൽ പിന്നെ ആ യഥാർത്ഥ ആരാധ്യനോട് ദുആയിരക്കണം, അവനോട് തേടണം. തേടേണ്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊറുക്കലിന് തേടലാണ്. അതാണ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മനസ്സിലായോ? അപ്പോൾ അറിയും വേണം, അറിഞ്ഞതനുസരിച്ച് അമലും വേണം, രോഗങ്ങൾക്കുള്ള ശമനമായി എന്നുള്ളതാണ്. അതിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഞാനിത് മുമ്പും ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഈ ദുആകൾ നോക്കി നിങ്ങൾ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ ഹകീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വ റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. എന്താ ഈ വചനങ്ങൾക്ക് എന്താ പറയുക? ഇതൊക്കെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇതിനെന്താ പറയുക? ഈ ദുആന് എന്താ പറയുക? ദുആഉൽ കർബ്. എവിടെ? കർബ് എന്താ? കർബ് ടെൻഷനാണ്, കർബ് പിരിമുറുക്കാണ്,
കെർബ് സമ്മർദ്ദമാണ്. പിരിമുറുക്കവും ടെൻഷനൊക്കെ ഇവിടെ ഖൽബിനാണ്. അപ്പം ഖൽബിൻ്റെ പിരിമുറുക്കം, ടെൻഷൻ പോകാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ട ദുആകളാണ്, അതിൻ്റെ വിവിധ പ്രയോഗങ്ങളാണ്. ഇത് എല്ലാത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തുടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇദാ ഹസബഹു അംറുൻ എന്നാണ്. ഒരു കാര്യം ടെൻഷനായാൽ, മനസ്സിൽ ഒരു വിഷമം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ദുആയാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ചെല്ലുമായിരുന്നു എന്നാണ് ഹദീസിൽ കാണാം. ഒരു ചരിത്രം ഈ സന്ദർഭത്തിൽ, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂം ബിൻത്ത് അബ്ദില്ല എന്നവരെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിവാഹം അന്വേഷിച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എല്ലാവർക്കും അറിയാം എങ്ങനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചരിത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തി ഏത് വിഷയത്തിലാണ്? അദ്ദേഹത്തിൻ്റെ മെയ്യൂക്കിൽ അദ്ദേഹം കടുത്ത പ്രകൃതക്കാരനായിരുന്നു, ശക്തമായി ഇടപെടായിരുന്നു. പ്രശ്നങ്ങളെ അദ്ദേഹം അടിച്ചൊതുക്കുകയാണ് ചെയ്യുക. സംയമനത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഭീഷണി സ്വരത്തിലാണ് പറയുക. അന്ന് കാലങ്ങളിൽ രംഗം പ്രക്ഷുബ്ധാണ്, രാഷ്ട്രീയമായിട്ടുള്ള വടംവലികൾ ശക്തമാണ്, ആളുകൾ ഭയങ്കര പ്രശ്നത്തിൻ്റെ ആളുകൾ പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായ ഭാഷയായിരുന്നു. അന ഇബ്നുൽ ജലാവത്തില്ലാഹു സനായ ഇദാ വദഅത്തുൽ അമാമത തഅരിഫൂനി എന്നൊക്കെ പറഞ്ഞു മൂപ്പർ കൂഫയിലെ മസ്ജിദിൽ മിമ്പറിൽ കയറി നടത്തിയ പ്രസംഗമൊക്കെ ഉണ്ട്. അദ്ദേഹം ഞാൻ എൻ്റെ തലപ്പാവ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളൊക്കെ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൂഫയിലെ പള്ളിയിലെ പ്രസംഗം, കൂഫ ഇറാഖിൽ. അങ്ങനെ അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ കാണാം, ഇന്നീല അറാ റൂസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹ വ ഇന്നീല സാഹിബുഹ. കുറേ തലകൾ പഴുത്ത് പാകമായി പറിച്ചിറക്കാൻ ടൈമായിട്ട് ഞാൻ കാണുകയാണ്. പറിക്കാൻ പാകമായ ആ തലകൾ കൊയ്യാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു ഇവരുടെ പ്രസംഗം തന്നെ. അങ്ങനെ ഒരു ആളായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അമവി ഖിലാഫത്തിൽ അറിയപ്പെട്ട ഗവർണർ. ഈ ഹജ്ജാജാണ് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ കല്യാണം അന്വേഷിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു കുൽസൂം ബിൻത്ത് അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിനെ കല്യാണം അന്വേഷിക്കുന്നത്. ഉമ്മു കുൽസൂം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട, നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിത്വം. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ബിൻ അബി താലിബ് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപുത്രൻ ജഅഫർ തയ്യാർ ദുൽ ജനാഹൈൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് അബ്ദുള്ള മുഹമ്മദ് ഔൻ. ഇതൊക്കെ മകൻ ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തയിൽ ഷഹീദാകുമ്പോൾ ഇവരൊക്കെ പറക്കം മുറ്റാത്ത മക്കളാണ്. അബ്ദുള്ളയും മുഹമ്മദും ഔനൊക്കെ. അസ്മാ ബിൻതു ഉമൈസാണ് അവരുടെ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബ്ദുള്ളയെയും മുഹമ്മദിനെയൊക്കെ കൂട്ടിപ്പിടിച്ച് അവർക്ക് അവരെ ആശ്വസിപ്പിച്ചതും ജാഫർ റളിയല്ലാഹുവിൻ്റെ ഷഹാദത്തിൽ അവരെ അനുശോചനം അറിയിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. നബി അവർക്ക് വേണ്ടി ദുആ ചെയ്തൊക്കെ. ഏതായാലും ഈ അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ വിവാഹം അന്വേഷിച്ചു ആര്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഈ ഹജ്ജാജ് പക്ഷേ അബ്ദുള്ള ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ള ടെൻഷനുള്ള ഒരവസ്ഥയിൽ ആ ടെൻഷൻ മാറാൻ, വിഷമം പോകാൻ, പ്രയാസം വരുന്നുവെങ്കിൽ അത് വഴി മാറാൻ നിർവഹിച്ചിരുന്ന ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മകളെ ഇത് പഠിപ്പിച്ച് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ഇത് പഠിപ്പിച്ച് ഈ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ മകളെ ദുആ ചെയ്ത് ഇതൊരു പ്രയാസമാണ് എങ്കിൽ അത് വഴിമാറിപ്പോകാൻ. അതുകൊണ്ട് തന്നെ ചരിത്രം പറയുന്നത് ഉമ്മു കുൽസൂം ബിൻത്ത് അബ്ദുല്ലാഹി ഇബ്നു ജഅഫറിനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അവരുമായി വിവാഹ ഉടമ്പടി നടത്തി, കരാർ ചെയ്ത് നിക്കാഹ് നടന്നു. പക്ഷേ അറയിൽ കൂടാൻ വരുന്നതിന് മുമ്പ് ഹജ്ജാജ് ഈ വിഷയം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഹജ്ജാജിനെ കൊണ്ട് അന്നത്തെ ഖലീഫ അമവി ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. ഖലീഫ പറഞ്ഞതനുസരിച്ച് ഹജ്ജാജ് പിന്മാറേണ്ടി വന്നു. ഈ ദുആ
നിർവഹിച്ചതിൻ്റെ ഒരു ഫലമായി ഇത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാനിതിവിടെ കൊണ്ടുവന്നത് ഉണ്ടല്ലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ അനിവാര്യത, ആവശ്യകത നോക്കി നിങ്ങൾ. മനസ്സിന് പിരിമുറുക്കം, പ്രയാസം, അതിൻ്റെ ചികിത്സക്ക് പറയപ്പെട്ട എല്ലാ മന്ത്രങ്ങളിലും അതിൻ്റെ തുടക്കം ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദാണ്. അപ്പോൾ ഹൃദയ രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അത് ഭേദപ്പെടാൻ ഇലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരു അനിവാര്യത, ആവശ്യകത. അത് ഈ ഹൃദയ രോഗങ്ങൾ, അത് പാപങ്ങളാവട്ടെ, അതല്ല ഇനി മറ്റു ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, മറ്റു ടെൻഷനുകൾ, വിഷമതകളാകട്ടെ, അവിടെ ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാനിത് ഇവിടെ ഉദ്ധരിച്ചത്. പക്ഷെ പലപ്പോഴും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കുന്ന വിഷയത്തിൽ, മനസ്സിലാക്കുന്ന വിഷയത്തിൽ തികഞ്ഞ ഒരു പോരായ്മ, കുറവ് പലരിലും ഉണ്ട് എന്നുള്ളതൊരു നേരാണ്. ചില ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അർത്ഥം വരെ യഥാവിധം പലർക്കും പറയാൻ വയ്യ. ഇവിടെ നോക്കി നിങ്ങൾ, ലാ മഅബൂദ ബിഹഖിൻ ഫിൽ വുജൂദി ഇല്ലാഹു എന്നാണ് ലാ ഇലാഹ ഇല്ലാഹു എന്നതിൻ്റെ അർത്ഥം നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ മലയാളം, ഉണ്മയുടെ ലോകത്ത്. ഉണ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ഉലകം, സൃഷ്ടാവും സൃഷ്ടികളുമുള്ള ഈ ഉണ്മയുടെ ലോകം, ഉലകം, ഉണ്മയുടെ ലോകത്ത് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് അർത്ഥം, അല്ലേ? ആ അർത്ഥമാണ് ഇത് തഫ്സീറുൽ ജലാലൈനിയിൽ നൽകപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥമാണിത്. സൃഷ്ടാവായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതല്ല, പുതുതായി നിർമ്മിക്കുന്നവനും കണ്ടെത്തുന്നവനുമായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതല്ല. അതൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ യഥാർത്ഥ അർത്ഥമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉണ്മയുടെ ലോകത്ത് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു മാത്രം. വ്യാജ ആരാധ്യന്മാർ കുറേ ഉണ്ട്, പക്ഷേ യഥാർത്ഥ ആരാധ്യൻ ഏകൻ അള്ളാഹു മാത്രം എന്നുള്ളതാണ് അർത്ഥം. ഈ അർത്ഥം പറയുമ്പോൾ ഉണ്മയുടെ ലോകത്ത് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള അർത്ഥം പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര അപശബ്ദങ്ങളും അസ്വാരസ്യമാണ്. യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നോ സൃഷ്ടാവായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെയാണ് പലരും അർത്ഥം വെച്ച് പോവുക. പക്ഷേ യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള അർത്ഥം അത് പിൽക്കാലത്ത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സംഭാവനയോ അല്ലെങ്കിൽ അതിനു മുമ്പ് നവജാഗരണ പ്രവർത്തനവുമായി വന്നിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം എന്നിവരുടെ അർത്ഥമോ അല്ലെങ്കിൽ ഈ നവജാഗരണ കാലഘട്ടത്തിൽ ഈ നജ്ദിയൻ ചിന്താധാരയുടെ സംഭാവനയൊന്നുമല്ല എന്ത് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്. പിന്നെയോ ഇത് തഫ്സീറുൽ ജലാലൈനി, നമ്മുടെയൊക്കെ നാടുകളിൽ ദർസുകളിൽ ഓതുന്ന കിതാബാ. ജലാലൈനി ഓതിയിട്ടുണ്ടെന്നാണ് ചോദിക്കുക. അതിൽ അർത്ഥാണത്. ഈ ഉലകത്തിൽ, ഉണ്മയുടെ ലോകത്ത് യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള അർത്ഥം. ആ അർത്ഥം വെക്കുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമായപ്പോൾ സൃഷ്ടാവായി അള്ളാഹു അല്ലാതെ ആരുമില്ല എന്ന് സമ്മതിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിത വിഭാഗം. അവരെ സൃഷ്ടിച്ചത്, വാനങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ഉലകം സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്ന് പറയുന്നവരായിരുന്നു അന്നത്തെ മുശ്രിക്കുകൾ. അതുകൊണ്ട് തന്നെ അവരോട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൃഷ്ടാവായി അള്ളാഹു അല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമല്ല. പക്ഷേ അവിടുത്തെ പ്രശ്നം ആ ജഅലൽ ആലിഹത ഇലാഹം വാഹിദ, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, അതിനെ ഏക ഇലാഹാക്കിയോ മുഹമ്മദ് എന്നുള്ളതായിരുന്നു. കുറേ ഇലാഹുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു, ആരാധ്യന്മാർ. പക്ഷേ ഇപ്പം മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇലാഹേ ഉള്ളൂ എന്നാണ്. അവരോടാണ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അപ്പോൾ നിങ്ങൾ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? യഥാർത്ഥ ആരാധ്യൻ, ഏക ആരാധ്യൻ. കുറേ ആരാധ്യന്മാരുണ്ട് എങ്കിൽ അതൊക്കെ വഅന്നമാ തദ്ഊനഹു ഹുവൽ ബാത്തിൽ, നിങ്ങൾ വിളിച്ചു തേടുന്നതൊക്കെ ബാത്തിലാണ്, നിരർത്ഥകമാണ്, അത് അവാസ്തവമാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യഥാവിധം അറിയുക, അറിയേണ്ട വിധം മനസ്സിലായില്ലേ?
അന്ന് താബിഈ പണ്ഡിതൻ അൽ ഹസൻ അൽ ബസരി ഒരു ജനാസ നിസ്കാരത്തിന് സംബന്ധിച്ചു. ആ ജനാസ സംസ്കരിക്കാനും ഹസൻ അൽ ബസരി സംബന്ധിച്ചു. ജനാസ നവ്വാറ എന്ന് പറയുന്നൊരു മഹദിയുടേതായിരുന്നു. നവ്വാറ അമവി കവി ഫറസ്ദക്കിൻ്റെ ഭാര്യയുടേതായിരുന്നു. ഫറസ്ദക്ക് നന്നായി കവിത പാടുന്ന, നല്ല വിഷയങ്ങളെ പുരസ്കരിച്ച് കവിത രചിക്കുന്ന ഒരു മഹാകവിയായിരുന്നു. പക്ഷേ നാം അത്ര ശുദ്ധമായിരുന്നില്ല പലപ്പോഴും ഫറസ്ദക്കിൻ്റേത്. പക്ഷെ ഭാര്യ മരിച്ച് മഖ്ബറയിലേക്ക് മറമാടാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഖബറിങ്ങിൽ വെച്ചിട്ട് ഹസൻ അൽ ബസരി ഫറസ്ദക്കിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഇന്ന് നവ്വാറയുടെ ദിവസമാണ്, ഖബറിൻ്റെ ഈ ദിവസം. ഇതേപോലെ ഹസൻ അൽ ബസരി പറയാണ് ഫറസ്ദക്കിനോട്, നിങ്ങൾക്കൊരു ദിനം വരാനുണ്ട്, ഈ ഖബറിലേക്ക് പോകേണ്ട ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. ഈ ദിവസത്തിന് വേണ്ടിയിട്ട് മാ ആദത്തലിഹാദല്യവും, എന്താണ് ഒരുക്കിയത് എന്നാണ് ചോദിക്കുന്നത് കവി ഫറസ്ദക്കിനോട് ഹസൻ അൽ ബസരി. അപ്പോൾ ഫറസ്ദക്ക് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 70 സന, 70 വർഷമായി ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനാണ് എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഫറസ്ദക്ക് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ അതിൻ്റെ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ ഒപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതുകൊണ്ട് അപവാദ പ്രചരണം നടത്തുന്നത് സൂക്ഷിച്ചോ, ഒഴിവാക്കാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, എന്നിട്ട് എന്തും ചെയ്യാം, എന്തും പറയാം, അത് പാടുള്ളതല്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷർത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുക, അജ്ഞതയില്ലാത്ത വിധം, അതിൽ ദൃഢവിശ്വാസമുള്ളവനാവുക, സംശയമില്ലാത്ത വിധം, അതിനെ കബൂലാക്കുക, തിരസ്കരിക്കാത്ത വിധം, അതിന് വഴിപ്പെടുക, നിഗളിക്കാത്ത വിധം, അതിൽ നിഷ്കളങ്കനാവുക, കാപട്യമില്ലാത്ത വിധം, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ഷർത്തുകൾ ഒപ്പിച്ചാണ്, ഉൾക്കൊണ്ടാണ് പറയേണ്ടത്. അങ്ങനെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഒരുക്കണം. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളോണ്ട് പറഞ്ഞാൽ മാത്രം പോരാ എന്ന് ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഫറസ്ദക്കിനോട് പറഞ്ഞു എന്നാണ്. ഹാദൽ അമൂദ് ഫൈന തനബ് എന്ന് ചോദിച്ചു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നെടുന്തൂണാണ്. പക്ഷേ ഒരു ടെൻറ്റിൻ്റെ നെടുന്തൂണ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷേ ആ ടെൻറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് കെട്ടുകയറുകൾ വേണം. ആ കെട്ടുകയറുകൾ എവിടെയെന്ന് ചോദിച്ചു എന്നാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഫറസ്ദക്ക് തോന്നിയാസം പാടുന്ന അവസ്ഥയാണ്. അപ്പം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് എന്തൊരു സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെ കെട്ടുകയറ് എന്ന് പറഞ്ഞെങ്കിൽ ഷർത്തുകളാണ്. ഷർത്തൊപ്പിച്ച് കൃത്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് ഫറസ്ദക്കിനോട് ഹസൻ അൽ ബസരി പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമുക്ക് മോക്ഷവും രക്ഷയും മാനസിക രോഗങ്ങൾക്ക് ചികിത്സയും ഒക്കെ ആകണമെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. അത് പറയേണ്ടതുപോലെ പറയുകയും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ നിരാകരിക്കും വിധമുള്ള പ്രവണതകളും പ്രവൃത്തികളുമാണ് പല മുസ്ലിമീങ്ങളിൽ നിന്ന് വരെ വരുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഒരു മരം നോക്കിയിട്ട് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് ബനൂ ഇസ്രായേലിയർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞതുപോലെ ഇജ്അൽ ലനാ ദാത്ത അൻവാത്ത് കമാ ലഹും ദാത്ത അൻവാത്ത് എന്ന് ദാത്തു അൻവാത്ത് എന്ന് മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായതിന് ശേഷം ഒരു യുദ്ധയാത്രയിലാണ്. അപ്പോൾ ഒരു മരം കണ്ടു, ഒരു സിദ്റത്ത്. അപ്പം മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ആയുധങ്ങൾ തൂക്കി ഇടാൻ, അനുഗ്രഹം കൊള്ളാൻ യുദ്ധത്തിന് പോകല്ലേ. അപ്പോൾ യുദ്ധത്തിൽ ആയുധ പ്രയോഗം കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ തൂക്കിയിട്ടിട്ട് ബർക്കത്തെടുക്കാൻ ഒരു മരത്തെ നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞു. കാരണം മുശ്രിക്കുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നൊരു പരിപാടി. അവർ യുദ്ധത്തിന് പോകുമ്പോൾ സിദ്റത്ത് കണ്ടാൽ, ഒരു പ്രത്യേക ഇളന്ത മരമാണ്, അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ യാത്രയിൽ അവർ ഈ മരത്തുന്ന ആയുധങ്ങൾ കൊളുത്തി വെച്ചതിന് ശേഷം ബർക്കത്തെടുത്തിട്ടാണ് പിന്നെ അവർ പോവുക. ഈ ശീലം ഉണ്ടായിരുന്നത് കാരണത്താൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ച് തരൂ. എന്തിന്? ഞങ്ങൾക്ക് പുണ്യം ആവാഹിക്കാൻ, ആയുധങ്ങളിൽ അനുഗ്രഹം ആവാഹിക്കാൻ. ഇജഅല്ലന ദാത്ത അൻവാത്ത് കമാലഹും ദാത്തു അൻവാത്ത് എന്ന് സഹാബികൾ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇസ്രായേലിയർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞില്ലേ, ഇജഅല്ലന ഇലാഹൻ കമാലഹും ആലിഹ. അതുപോലെയാണ് ഇപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കിക്കൊണ്ട എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞില്ലേ, അതേപോലെയാണ് അനുഗ്രഹം ആവാഹിക്കാൻ, ബർക്കത്തെടുക്കാൻ മരം ഉണ്ടാക്കിക്കൊണ്ട എന്ന് നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവർ ഇങ്ങനെ മരങ്ങളെ അനുഗ്രഹമെടുക്കാൻ സ്വീകരിക്കുന്നവരാണ് എങ്കിൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് രോഗം മാറാൻ, മനസ്സ് ശുദ്ധമാകാൻ ഉപകരിക്കുക? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ് എന്ന് ചോദിച്ചില്ലേ? നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? നിൻ്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ, യഥാർത്ഥ ഇലാഹായി അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല എന്നുള്ളത്, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അതിന് വകവെക്കേണ്ടതെല്ലാം വകവെച്ച് നമ്മൾ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, എല്ലാ ഹൃദയങ്ങൾക്കും രണ്ട് രോഗം, എല്ലാ ഹൃദയങ്ങൾക്കും രണ്ട് രോഗം വരും. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അതിലൊന്നാണ് റിയാ, ലോകമാന്യത. മറ്റൊന്ന് കിബിർ. ലോകമാന്യത അത് മഹാദുരന്താണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, ഒരു നിറത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നിറത്തിൽ ലോകമാന്യത വന്നു പോകും. പിന്നെ കിബിർ, താൻ ഭാവം, ഞാൻ ഭാവം, അതും ഹൃദയങ്ങളെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങളാണ്. മിക്കവാറും ആളുകളൊക്കെ ഈ രണ്ട് രോഗങ്ങൾ താണ്ടി പോവും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പക്ഷെ അതിന് ചികിത്സ ഇതേപോലെയാണ്, ഇൽമും അമലുമാണ്. അതുകൊണ്ട് തന്നെ ചില ദാർശനികർ പറഞ്ഞത്, ലോകമാന്യത റിയാ എന്ന രോഗത്തെ ചികിത്സിക്കാനുള്ള മരുന്നാണ് ഇയ്യാക നഅ്ബുദു. കിബിർ എന്ന രോഗത്തെ ചികിത്സിക്കാനാണ് വഇയ്യാക നസ്തഈൻ. എങ്ങനെയാണ് ഇയ്യാക നഅ്ബുദു കൊണ്ട് റിയാഇനെ ചികിത്സിക്കുക, ലോകമാന്യതയെ ചികിത്സിക്കുക? എങ്ങനെയാണ് വഇയ്യാക നസ്തഈൻ എന്നതുകൊണ്ട് കിബിറിനെ ചികിത്സിക്കുക? റിയാ എന്താ? റിയാ നമ്മുടെ കർമ്മങ്ങളായിരിക്കാം അള്ളാഹ്ക്ക്, അല്ലേ? അള്ളാഹ്ക്കുള്ള കർമ്മങ്ങളിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണ് റിയാ, അല്ലേ? അള്ളാഹു കാണാനാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. പക്ഷേ അള്ളാഹു കാണാൻ എന്നുള്ള ആ ഒരു ഇഹ്സാനിൽ, നിഷ്കളങ്കതയിൽ നമ്മൾ അമലെടുക്കുമ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവൻ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് ഉഷാറാക്കുമ്പോൾ എന്തായി, അല്ലേ? റിയാവ് വന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന ആശയം അത് നമ്മൾ യഥാവിധം മനസ്സിലാക്കി ആ ആശയത്തെ നിലനിർത്തി പുലർത്തി നമ്മൾ ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ റിയാ ചികിത്സിക്കപ്പെടും. റിയാ ചികിത്സിക്കപ്പെടും. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നത് പഠിച്ച് മനസ്സിൽ നട്ടിട്ട് നമ്മൾ ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ റിയാ ചികിത്സിക്കപ്പെടും. ഇയ്യാക നസ്തഈൻ, അത് കിബിറിനെ ചികിത്സിക്കാനാണ് എന്നാണ് പറഞ്ഞത്, അല്ലേ? നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹിനോട് മാത്രം സഹായാർത്ഥന നടത്തുമ്പോൾ അയാൾ വിനയാന്വിതനാണ്, ഭവ്യനാണ്. അയാളിൽ താൻ ഭാവം ഉണ്ടാവില്ല, ഞാൻ എന്ന ഭാവം ഉണ്ടാവില്ല. കാരണം അവൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അള്ളാഹുവിൽ അർപ്പിതനാണ്. ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നവനാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നുള്ള നിലക്ക് അയാൾ വിനയപുരസ്സരനായിരിക്കും. അത് കിബർ എന്ന രോഗത്തെ ചികിത്സിക്കാൻ കരണീയമായ മരുന്നാണ് എന്നാണ് ഇവിടെ പൂർവികർ പറയുന്നത്. അപ്പോൾ മനുഷ്യ ഹൃദയങ്ങളെ രണ്ട് രോഗങ്ങൾ ബാധിക്കും, റിയാവും കിബറും. പിന്നെ നബി മാതങ്ങളുടെ കാലത്ത് വരെ ചിലർ നിസ്കരിച്ചപ്പോൾ നബി മാതങ്ങൾ എന്താ പറഞ്ഞത്? നിസ്കരിച്ചപ്പോൾ പറഞ്ഞത്
ലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം ഭംഗി കൂട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? ആളുകൾ നോക്കുന്നത് കാരണത്താൽ നിസ്കാരം അലങ്കരിക്കുന്നവർ എന്ന് പറഞ്ഞു. അസ്വ ഉന്നാസി സേരിഖത്തൻ എന്ന് പറഞ്ഞു, ഏറ്റവും മോശം മോഷണക്കാരൻ എന്ന് പറഞ്ഞ്. അപ്പോൾ മനുഷ്യന്മാരെ വേട്ടയാടുന്ന കൽബിനെ ബാധിക്കുന്ന കിബിർ, അത് ചികിത്സിക്കപ്പെടാൻ റിയായിന് ഇയ്യാക നഅ്ബുദു, കിബിറിന് ഇയ്യാക നസ്തഈൻ, ഇത് മരുന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പഠിക്കണം. എന്താ ഇയ്യാക നഅ്ബുദു, എന്താ അതിൻ്റെ അർത്ഥം, ആശയം, പൊരുൾ, തേട്ടം, അതേപോലെ ഇയ്യാക നസ്തഈൻ എന്താണത്, ഇതേപോലെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇൽമും അമലും അതാണ് രോഗങ്ങളെ ചികിത്സിക്കാൻ ഉള്ള മരുന്ന് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ശിർക്ക് കൽബിലേൽക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും കടുത്തതും കനത്തതും അല്ലേ ശിർക്കാണ്. അതെന്തുകൊണ്ട്? അത് മനസ്സിലാക്കാൻ ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് ഞാൻ സൂചന കൊടുത്തത് ഇവിടെ. ഒരിക്കൽ ഒരു യുദ്ധത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെടുന്നൊരവസ്ഥ വന്നു, ഒരു കുരുന്ന് കൊല്ലപ്പെടുന്നൊരവസ്ഥ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞൊരു വിഷയമാണത്. എന്താ പറഞ്ഞത്? അലാ ലാ തഖ്തുലൂ ദുർരിയതൻ, കുട്ടികളെ വധിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. പിന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഖിയാറക്കും അബ്നാഉൽ മുശ്രിക്കീൻ, നിങ്ങൾ സഹാബികളിൽ ഏറ്റവും ഖിയാർ, ഉത്തമർ ആരായിരുന്നു? മുശ്രിക്കീങ്ങളുടെ മക്കളായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പാരാ? അബൂബക്കർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചിട്ടും വാപ്പാരാ? മുശ്രിക്കാണ്, ഏതുവരെ മുശ്രിക്കാണ്. അബൂബക്കർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു, ഉമ്മുൽ ഖൈറും സ്വീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന് ശേഷം എനിക്ക് തോന്നുന്നത് പിന്നെ ഉമ്മുൽ ഖൈർ ഇസ്ലാം സ്വീകരിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെയും അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല എൻ്റെ ഭാര്യയുടെയും ശേഷം പിന്നെ ഉമ്മുൽ ഫضൽ ലുബാബ അവരുടെയും ശേഷം പിന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹദിയാണ്, ഓർമ്മ ശരിയാണെങ്കിൽ, ഉമ്മുൽ ഖൈർ റളിയല്ലാഹു തആല അൻഹ. പക്ഷെ അബൂബക്കറിന്റെ വാപ്പ അബൂ ഖുഹാഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വർഷം മക്കയിൽ ദഅവത്ത് നടത്തി. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജറയ്ക്ക് ശേഷം 8 വർഷം അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചില്ല. മക്കം ഫതഹിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം മദീനയിൽ നിന്ന് വന്ന് ആ സൈന്യം ദീ തുവ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ദീ തുവ എന്ന് പറഞ്ഞെങ്കിൽ കഅബത്തിൻ്റെ പരിസരത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരം. ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിലെത്തി. ജബൽ അബൂ ഖുബൈസ് ഇന്ന് പിന്നെ നമ്മൾ സഫയിലേക്ക് സഈന് ചെന്നാൽ അതിനോട് ലംബമായിട്ടുള്ള മല, അത് നികത്തിയിട്ടാണ് അവിടെ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്, ജബൽ അബീ ഖുബൈസ്. ദീ തുവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും മക്കം ഫതഹിനായിട്ട് വന്നെത്തി. അപ്പോൾ അബൂ ഖുഹാഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെറിയ പെങ്ങളെ, അബൂ ഖുഹാഫയുടെ ചെറിയ മകൾ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പെങ്ങൾ, ചെറിയ പെങ്ങളെയും കൂട്ടിയിട്ട് അബൂ ഖുബൈസിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് നോക്കുകയാണ്. കാരണം ഇങ്ങനെ പിന്നെ നിഫ്ലാസ് മതങ്ങളും കൂട്ടരും വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അബൂ ഖുഹാഫ മകളെയും കൂട്ടിയിട്ട് മലൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണ്. അദ്ദേഹത്തിന് കണ്ണ് നേരിട്ട് കാണില്ല, കാരണം അത്ര വയസ്സായിക്കണ്. മകളോട് ചോദിക്കണം, മകളെ നീ എന്താ കാണുന്നത്? പറയുന്നത് ഈ തുവയിൽ ഇങ്ങനെ ഒരു കറുത്ത ആൾരൂപങ്ങൾ കാണുകയാണ്, മുന്നിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ അബൂ ഖുഹാഫ പറയണത് എങ്കിൽ മുഹമ്മദും കൂട്ടരും വരികയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെന്ന് പറയാണ്. അങ്ങനെ അബൂ ഖുഹാഫ പറയാണ്, എന്നാ നമുക്കിനി വേഗം രക്ഷപ്പെടുക, പോവുക. അങ്ങനെ മകളെയും കൂട്ടിയിട്ട് മലയിറങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈന്യവും അവിടെ എത്തി. പിന്നെ അബൂ ഖുഹാഫ പിടികൂടപ്പെട്ടു. മക്ക ഫതഹായിട്ട് പിന്നെ അബൂ ഖുഹാഫനെ കൊണ്ടുവരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അദ്ദേഹം കഅന്നഹു സുഹാമത്തിന് എന്നാണ്. സുഹാമ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വെളുത്ത മരം, ഇലയും പൂവും കായും ഒക്കെ വെളുത്ത ഒരു മരം ഉണ്ടല്ലോ, അതിനാണ് സുഹാമ എന്ന് പറയുന്നത്. അതുപോലെയായിരുന്നു അദ്ദേഹം. വയസ്സായി ആകെ നിരച്ച് വെളുത്ത് അബൂ ഖുഹാഫ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലേ ഇപ്പം ഇതുവരെ ഇസ്ലാം സ്വീകരിച്ചില്ല, എപ്പോഴും കുഫറിലാണ്. അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് നെഞ്ചിങ്ങനെ തടവി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തത്. അതിൽ പിന്നെയാണ്
നെഞ്ചു വിശാലമായിട്ട് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമയിലുള്ളത്. നോക്കണം നിങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്ന മഹാൻ. പക്ഷെ വാപ്പ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കുട്ടികളെ കൊല്ലരുത്, നിങ്ങളിൽ ഉത്തമർ തന്നെ മുശ്രിക്കുകളുടെ മക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രസ്താവിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുല്ലു നസമത്തിൻ തൂലദു അലൽ ഫിത്ര എന്നാണ്. എല്ലാ മക്കളും മനുഷ്യജീവനും ഇവിടെ ഫിത്രത്തിലാണ് ജനിക്കുന്നത്, ശുദ്ധ പ്രകൃതിയിൽ, ഷിർക്കില്ലാത്ത, കുഫറില്ലാത്ത, നിഫാഖില്ലാത്ത പ്രകൃതിയിലാണ് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത്. പക്ഷെ പിന്നീട് അവർ പ്രായമാകുമ്പോൾ അവരുടെ നാവ് പിന്നെ അവരുടെ ആദർശത്തെ പ്രഖ്യാപിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വധിക്കപ്പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാരണം എന്താ? കുട്ടികൾ ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് പറയണം. ഞാനിതിവിടെ കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ഇവിടെ ജന്മം നൽകുമ്പോൾ കനിഞ്ഞത് ശുദ്ധ പ്രകൃതിയാണ്. ഇവിടെ എല്ലാവരും പാപികളായി ജനിക്കുന്നു, അവരുടെ പാപം പേറി കുരിശിലേറി എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അതൊക്കെ അന്ധവിശ്വാസമാണ്. പക്ഷേ അള്ളാഹു ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാവരെയും ജനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് പ്രായമാകുമ്പോഴത്തേക്ക് മാതാപിതാക്കളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും മറ്റു കാരണങ്ങളൊക്കെ അവരെ കുഫറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഷിർക്ക്, കുഫർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ നല്ല മനസ്സിനെ, നല്ല പ്രകൃതിയെ പാപപങ്കിലമാക്കുന്ന, രോഗഗ്രസ്തമാക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം കൊണ്ടുവന്നത്. മനസ്സിലേൽക്കുന്ന ഏറ്റവും വലിയ കറയും പാപവുമാണ് ഷിർക്കും കുഫറും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇന്ന ഷിർക ലദുൽമുൻ അദീം എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകന് വസിയത്ത് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നല്ല പ്രകൃതി, ശുദ്ധ പ്രകൃതി, നല്ല മനസ്സ്, അല്ലേ? ആ പ്രകൃതമുള്ള കുട്ടികളെ കൊന്നപ്പോൾ റസൂൽ ആവർത്തിച്ച് കൊല്ലരുത് എന്ന് പറഞ്ഞത്, അതിനെ പറ്റ നിഫ്ലാസ് മതങ്ങൾ എതിർത്ത് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു നൽകിയ ആ ഒരു ശുദ്ധ പ്രകൃതിയെ ഷിർക്ക് മലിനമാക്കുന്നു, കുഫർ മലിനമാക്കുന്നു. അതുകൊണ്ടാണ് അത് ദുൽമുൻ അദീം, കൊടിയ പാപം, കൊടിയ അക്രമം എന്ന് ദീനുൽ ഇസ്ലാം അതിനെ വിശേഷിപ്പിച്ചത്, അതിനെ വിധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും കൊടിയ പാപമേത് എന്ന്. അപ്പോൾ അതിന് ഷിർക്ക്, കുഫർ എന്നാണ് ഉത്തരം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉത്തരത്തെ ഇങ്ങനെയാണ് പറഞ്ഞത്: അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവന് പങ്കുകാരൻ നിശ്ചയിക്കലാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, ആ സൃഷ്ടിപ്പിൽ ഒരു പങ്കുകാരനുമില്ല. അങ്ങനെയുള്ള ആ സൃഷ്ടാവിന് നീ പങ്കുകാരെ നിശ്ചയിക്കലാണ് ഏറ്റവും വലിയ പാപം, കൊടിയ പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന് മറ്റൊരു റിപ്പോർട്ടിൽ അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക എന്ന് പ്രതികരിച്ച ചോദ്യം അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ് എന്നാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏത് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അപ്പോൾ അത് കേട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ദാലികൽ അദീം, ഇന്ന ദാലികൽ അദീം, അത് വലിയ പാതകം തന്നെ. ഏത് വലിയ പാതകം തന്നെ? അള്ളാഹു സൃഷ്ടിച്ചിരിക്കെ അള്ളാഹുവിന് തുല്യനെ ചേർത്തൽ, സമനെ സൃഷ്ടിക്കൽ, നിശ്ചയിക്കൽ, അത് വലിയ പാപം തന്നെ എന്ന് പ്രതികരിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? ഈ അക്ബറുൽ കബായിർ എന്ന് ഞാൻ നേരത്തെ ഖൈറുക്കും എന്നത് പറഞ്ഞതുപോലെ തന്നെ ഒരു ചില അറിവുകൾ നമുക്കിവിടെ ഈ ഒരു പുണ്യരാവിൽ അറിയാൻ, മനസ്സിലാക്കാൻ ഒരു വിഷയം. അതായത് അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞാൽ എന്താ? വൻപാപങ്ങളിൽ വൻപാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ വിഷയമാണ് ഷിർക്ക്, അൽ ഇശ്റാഖു ബില്ലാഹ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞിട്ട് മറ്റ് ചില പാപങ്ങളെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഇവിടെ ഉണർത്തി പോവുകയാണ്. അക്ബറുൽ കബായിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് എല്ലാ പ്രയോഗങ്ങളിലും അൽ ഇശ്റാഖു ബില്ലയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വൻപാപങ്ങളിൽ വൻപാപം എന്നതിലൊരു ഇഷ്കാലുമില്ല. പക്ഷെ അത് മാത്രമല്ല വൻപാപങ്ങളിൽ എണ്ണപ്പെട്ടിട്ടുള്ളത്, വൻപാപങ്ങളിൽ വൻപാപമായി എണ്ണപ്പെട്ടത് മറ്റൊന്ന് ഇതാണ്. എന്താ അത് വായിച്ചേ? അയ്യൽ അന റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കൽ, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പിന്നെ മാതാപിതാക്കളെ ശകാരിക്കൽ, അക്ബറുൽ കബായിർ റസൂൽ പറഞ്ഞതാണ്. പിന്നെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തൽ, അക്ബറുൽ കബായിർ. പിന്നെ കള്ളസത്യം, അൽ യമീനുൽ ഖമൂസ്.
പിന്നെ കള്ളസാക്ഷ്യം, ഷഹാദത്തുസ്സൂർ, പിന്നെ ഖത്ലുൻ നഫ്സ്, മനുഷ്യവധം, പിന്നെ ഖൗലുസ്സൂർ, കളവ്. ഇതൊക്കെ എന്താ? വൻപാപങ്ങളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളിൽ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽപ്പെട്ടതാണ്. പിന്നെ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കൽ, ശപിക്കലും ശകാരിക്കലും കുറ്റപ്പെടുത്തലും, അതേപോലെ തന്നെ ദ്രോഹിക്കൽ. പിന്നെ യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടൽ, പിന്നെ അപവാദ പ്രചരണം, വ്യഭിചാരാരോപണം, പിന്നെ സിഹിർ പഠിക്കൽ, പലിശ തിന്നൽ, യതീമുകളുടെ സ്വത്ത് ഭുജിക്കൽ. ഇതൊക്കെ വൻപാപങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച പഠിപ്പിച്ച പ്രയോഗങ്ങളാണ്. അക്ബറുൽ കബായിർ എന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ട് ഈ തെറ്റുകളൊക്കെ ആ ഗണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏതൊരു അക്ബറുൽ കബായിർ പറയുമ്പോഴും അതിലേറ്റവും കൊടിയത് എന്താണ്? അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഇവിടെ ഒരു ചരിത്രം, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ ഇരിക്കുന്നൊരു സദസ്സിൽ അഅ്ളമുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും കൊടിയത്, ഗൗരവപ്പെട്ടത് ഏത് എന്നതാണ് ആ സദസ്സിൻ്റെ ചർച്ചാ വിഷയം. അബൂബക്കർ ഉമർ വരൊക്കെ ഉണ്ട്. അതിന് ഉത്തരം അവർക്ക് വശല്ലായിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ആളെ വിട്ട് അഅ്ളമുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും കൊടിയതേത് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞത്, അഅ്ളമുൽ കബായിർ ഷുർബുൽ ഖംർ. എന്താ ഷുർബുൽ ഖംർ? മദ്യപാനം. ഏറ്റവും ഗൗരവമായ പാപം മദ്യപാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അതൊരു പ്രസ്താവന നടത്തുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മദ്യപാനം അഅ്ളമുൽ കബായിർ ആയത്? ഇന്നുണ്ടല്ലോ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അഅ്ളമുൽ കബായിർ മദ്യപാനമായത്, ഖംറായത്? ഖംറ് എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ കുടിച്ചിന ഈ ഒരു മദ്യം വിഷയം മാത്രമല്ല. ഖംറ് എന്ന് പറഞ്ഞാൽ ഖിമാർ. എന്താ ഖിമാർ? സ്ത്രീകളുടെ ശിരോവസ്ത്രമാണ് അല്ലേ? തല മൂടുന്ന വസ്ത്രത്തിനാണ് ഖിമാർ എന്ന് പറയുക. ഖംറ് എന്ന് പറഞ്ഞാൽ മൂടുക, പൊതിയുക എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിനെ, തലച്ചോറിനെ മൂടുന്ന, പൊതിയുന്ന എല്ലാത്തിനും ഖംറ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ മദ്യവും മയക്കുമരുന്നൊക്കെ ഖംറാണ്. ലഹരിയുടെ ഉപയോഗമാണ് അഅ്ളമുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും കൊടിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തെ കൊള്ള ചാടി, ഇതെങ്ങനെ പറയണമെന്ന്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ചരിത്രം അവിടെ ഉദ്ധരിക്കുകയാണ്. അതെന്താ? അത് ഇസ്രായേലിയരിലെ ഒരു രാജാവ്, ഒരു അക്രമിയായ രാജാവായിരുന്നു. അയാൾ ഒരു വ്യക്തിയെ 4 ഒരു തെറ്റ് ചെയ്യാൻ നിർബന്ധിച്ചു. 4 തെറ്റുകൾ മുന്നിൽ ഇട്ടു. അതെന്താ? ഒന്നുകിൽ മദ്യപിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊല്ലുക, അല്ലെങ്കിൽ വ്യഭിചരിക്കുക, അതുമല്ലെങ്കിൽ പന്നിയിറച്ചി തിന്നുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. 4 1 ചെയ്യാൻ നിർബന്ധിച്ചു എന്നാണ് ഈ ഭരണാധികാരി. അയാൾ ദുഷ്ടനായിരുന്നു. ഒരു കുട്ടിയെ പിടിച്ചാണ് ഇത് ചെയ്യിക്കുന്നത്. കുട്ടി എന്ന് പറഞ്ഞെങ്കിൽ തെറ്റ് ചെയ്യാൻ പ്രായമൊത്ത ഒരു വ്യക്തി. 4 1, ഒന്നുകിൽ മദ്യപിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊല്ലുക, അല്ലെങ്കിൽ വ്യഭിചരിക്കുക, അല്ലെങ്കിൽ പന്നിയിറച്ചി തിന്നുക. അപ്പോൾ ഇയാൾ ഇതിന് 4 1 ചെയ്യണം. അതില്ലെങ്കിൽ അയാളെ വധിക്കാനാണ്, കൊല്ലാനാണ്, തല കൊത്താനാണ് ഈ രാജാവിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഇയാൾ നിർബന്ധിതനായി 4 1 ചെയ്യാൻ. അപ്പോൾ അയാൾ ആലോചിച്ചു എന്നാണ്, ഈ 4 ഏത്? അപ്പോൾ അയാൾ 4 ഏറ്റവും അയാൾക്ക് ചെറുതായി തോന്നിയത് മദ്യപാനാണ് അല്ലേ? 4 നോക്കുമ്പോൾ മദ്യപാനാണ്. അയാൾ മദ്യം സേവിച്ചു, മദ്യപിച്ചു. മദ്യപിച്ചതോടുകൂടി അയാൾക്ക് നന്നായി ലഹരിയേറ്റു, ബോധം നഷ്ടമാകുന്ന അവസ്ഥയിലായി. അതോടുകൂടി അയാൾ കുട്ടിയെ കൊന്നു, വ്യഭിചരിച്ചു, പന്നിയിറച്ചി തിന്നു. കാരണം ബോധമല്ല, ലഹരിയിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞത്. ഫഖ്താർ അന്നഹു യശ്റബുൽ ഖംർ ഫശരിബ. അതോടുകൂടിയിട്ട് അദ്ദേഹം എല്ലാതും ഈ മറ്റേ 3 കൂടി ചെയ്തു എന്നുള്ളതാണ്. അതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത്
മാ മിൻ അഹദിൻ യശ്റബുഹാ ഫതുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല വലാ യമൂതു ഫി മസാനതിഹാ മിൻ ഷൈഉൻ ഇല്ലാ ദഖലൻ നാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ട് എങ്കിൽ 40 രാവുകളിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. റസൂൽ മുന്നറിയിപ്പ് നൽകി. ലഹരിയേറ്റവന് 40 രാവുകളിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. പിന്നെ അവൻ്റെ വയറ്റിൽ ലഹരി ഉണ്ടായിരിക്കാൻ മരിച്ചാൽ അവൻ നരകത്തീന് വിറകാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മുന്നറിയിപ്പ് നൽകുകയും ഉണ്ടായി എന്നാണ് ആ സംഭവത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറഞ്ഞത് അഅ്ളമുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും കൊടിയത് ഷുർബുൽ ഖംർ, മദ്യപിക്കലാണ് എന്ന് പറഞ്ഞത് എന്നാണ് അവിടെ ഉള്ളത്. ഞാനിതിവിടെ നമ്മൾ വൻപാപങ്ങൾ എന്ന് അക്ബറുൽ കബായിർ എന്ന് പറയുമ്പോൾ അൽ ഇശ്റാഖു ബില്ലാഹി എന്നുള്ളതാണ് അതിൽ പ്രഥമം. പക്ഷേ ആ ഗണം ഇശ്റാഖു ബില്ലയിൽ പരിമിതമല്ല. പിന്നെയോ അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പാപങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് ഉണർത്തിയത്. നമ്മളെല്ലാവരും, ഞാൻ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കുക. എന്തിന്? നമ്മുടെ ഖൽബിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഖൽബിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, സുരക്ഷിതമായ സമാധാനപൂർണമായ ഒരു ഹൃദയം അത് നെഞ്ചകത്തേറ്റി കൊണ്ട് നടക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. നോക്കി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹു. ഉപകരിക്കാത്ത അറിവ്, പേടിയില്ലാത്ത ഹൃദയം, വിശപ്പടങ്ങാത്ത വയറ്, ഉത്തരം നൽകപ്പെടാത്ത ദുആ, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടിയിരുന്നു, രക്ഷ തേടിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു ദുആ നോക്കി നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാനിൽ പഠിപ്പിക്കുന്ന ദുആണ്. ഇതൊരായത്താണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. പഠിച്ചോനെ, നീ ഞങ്ങളുടെ കൽബുകളെ തെറ്റിക്കരുതേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് കനിഞ്ഞതിൽ പിന്നെ കൽബുകളെ തെറ്റിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിർവഹിക്കാനുള്ള ദുആയാണിത്. ഈ ദുആ മുആദ് റളിയല്ലാഹു തആല അൻഹു ഓതുകയാണ്. എപ്പോഴാണ് ഓതിയത്? ചരിത്രത്തിൽ കാണാം. ഷഹർ ബിൻ ഹൗശബ് താബിഈകളിലൊരു മഹാനാണ്. ഈ ഷഹർ ബിൻ ഹൗശബ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നിർവഹിച്ചിരുന്ന ദുആ ഏതാണ് എന്ന്. യാ ഉമ്മൽ മുഅ്മിനീൻ മാ കാന അക്സറു ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഏറ്റവും കൂടുതൽ ദുആ ഏതായിരുന്നു എന്ന് ഷഹർ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉമ്മു സലമ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഏറ്റവും കൂടുതൽ ഉള്ള ദുആ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നതായിരുന്നു എന്നാണ്. ഉമ്മു സലമ പറയുന്നത് എപ്പോഴും കേൾക്കും. റസൂൽ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഇത് കുറേ കേട്ടപ്പോൾ ഒരിക്കൽ ഉമ്മു സലമ ചോദിച്ചു എന്നാണ്, യാ റസൂലല്ലാഹ് മാ അക്സറ ദുആയിക്, എത്ര പ്രാവശ്യങ്ങൾ ഈ ദുആ ചെയ്യണത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, നിങ്ങൾ എത്രേ പ്രാവശ്യം ഇത് ചെല്ലണത്? പെരയിൽ ഇങ്ങനെ കൂടുതൽ ചെല്ലുമ്പോൾ ഉമ്മു സലമ ചോദിക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു എന്നാണ്, അടിയാറുകളുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിരലുകൾക്കിടയിലാണ്. അള്ളാഹു അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും. ഫമൻ ഷാ അഖാം വമൻ ഷാ അസാദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരാണ് നേർവഴിയിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരാണ് മാർഗഭ്രംശികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു പിടിച്ചു നിർത്താൻ ഞാൻ ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഇത് ഉമ്മു സലമ പറഞ്ഞപ്പോഴാണ് മുആദ് റളിയല്ലാഹു തആല ഈ ആയത്ത് ഓതിയത്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. സൂറത്ത് ആൽ ഇംറാനിലെ ഈ ആയത്ത് ഓതുകയുണ്ടായത് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ദുആ, ഞാനതിവിടെ അതിൻ്റെ പദങ്ങളുടെ വ്യത്യസ്ത പ്രയോഗങ്ങളെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ചൊല്ലിക്കാണിയത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മനസ്സുകൾ മാറ്റിമറിക്കുന്നവനെ, നീ എൻ്റെ മനസ്സിനെ നിൻ്റെ ദീനിൽ ഉറപ്പിക്കണമേ. അതിൻ്റെ മറ്റൊരു പ്രയോഗമാണിത്, വായിച്ചേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആതിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്നതാണ്. നിൻ്റെ ദീനിലും നിനക്കുള്ള വിധേയത്വം, അനുസരണം, അതിലും നീ എന്നെ ഉറപ്പിക്കണമേ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത് മറ്റൊന്ന് എന്താ, യാ മുസർരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ തആതിക്. യാ മുസർരിഫൽ ഖുലൂബ്, മുഖല്ലിബൽ ഖുലൂബ് എന്നുണ്ട്, മുസർരിഫൽ ഖുലൂബ് എന്നുണ്ട്. രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ. മനസ്സിലായില്ലേ?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ മനസ്സിനെ രോഗത്തിലാക്കുന്ന, അപകടത്തിലാക്കുന്ന ഈ മഹാരോഗം, ശിർക്ക് രോഗം, അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ച ദുആയാണ് ഞാൻ അവസാനം ഇവിടെ ഇട്ടത്. എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക് വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്നുള്ള ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സിദ്ദീഖുൽ ഉമ്മയെയാണ് പഠിപ്പിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, അബൂ മൂസ അശ്അരിയെയും ഇത് പഠിപ്പിച്ച വേറെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം എന്നുള്ള ഈ ഒരു ദുആ. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഹൃദയം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ ഏറ്റവും അനുഗ്രഹീതമായ അവയവം, ഏറ്റവും മഹനീയമായ ധർമ്മങ്ങളുള്ള അവയവം. ആ ഹൃദയത്തെ രോഗം വരാതെ കാത്തു സൂക്ഷിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഹൃദയത്തിന് ഏൽക്കുന്ന രോഗങ്ങൾ അത് കുറ്റങ്ങളാണ്, തെറ്റുകളാണ്, പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഇത്തരം രോഗങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. പിന്നെ രോഗങ്ങൾ സ്വാഭാവികമാണ് ഭവിക്കുക എന്നുള്ളത്. പക്ഷേ ആ രോഗവിമുക്തിക്ക് വേണ്ട മറുമരുന്ന് സ്വീകരിച്ച് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ആഫിയത്തിൽ, ഷിഫായിൽ സംരക്ഷിക്കണം എന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂലാക്കട്ടെ, നമ്മളെ അല്ലാഹു പ്രീതിപ്പെടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണ കാണിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കി വരുന്ന മുസീബത്തുകൾ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. ഈ ദീനിൽ നമുക്ക് അള്ളാഹു ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകളെ രോഗങ്ങളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കുമുള്ള പ്രയാസങ്ങൾ അവരെ തൊട്ട് ദൂരീകരിക്കട്ടെ. മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവശത അനുഭവിക്കുന്നവരുടെ അവശത അവരെ തൊട്ട് അള്ളാഹു അകറ്റുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം അവരിൽ വർഷിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ നല്ലൊരു വേദിയിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.